താങ്ക് യു ജീസസ്. ഹാലലൂയ. ആൾക്കാർ ഇപ്പോഴും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്ന് ജോയിൻ ചെയ്ത എല്ലാവരെയും ഓർത്ത് കർത്താവ് ഞാൻ നന്ദി പറയുകയാണ്. ഇന്ന് എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാനായിട്ട്? ആമേൻ. സ്തോത്രം. താങ്ക് യു ലോർഡ് ജീസസ്. ഹാലലൂയ. കർത്താവ് നമ്മളെ ചേർത്ത് നിർത്തിയല്ലോ. നാളെ നാളത്തെ കഴിഞ്ഞ് നമുക്ക് UK മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശനിയാഴ്ചകളാണ് മാക്സിമം നടത്താൻ ശ്രമിക്കാറ്. ആളുകളുടെ സൗകര്യം കൂടുതൽ ശനിയാഴ്ചയാണല്ലോ. പക്ഷേ നമുക്ക് മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് വെള്ളിയാഴ്ചകൾ വെക്കുന്നത്. ഇന്ന് ഒരുപാട് പ്രതീക്ഷയോടെ ദൈവത്തിന് സന്നിധിയിരിക്കണം. കർത്താവെ അങ്ങനോട് സംസാരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹത്തോടെ ഇരിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവെ ഇന്ന് അങ്ങയുടെ മക്കളോട് എന്ത് സംസാരിക്കണമെന്ന് സംസാരിച്ചപ്പോൾ കർത്താവ് എന്നോട് ഇടപെട്ടൊരു വചനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ 1-2 വചനങ്ങൾ ധ്യാനിച്ച ശേഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അന്യഭാഷയിലും നമ്മുടെ വചനത്താൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാം ദൈവം കൂട്ടിച്ചേർത്തതിന് വലിയൊരു പദ്ധതിയുണ്ട്. നമുക്കറിയാം, ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും ബലത്തിലും അടങ്ങിപ്പോണം. ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. സ്തോത്രം. അപ്പം കർത്താവ് ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ ഹൃദയത്തിലോട്ട് ദൈവം ഇടപെട്ടൊരു വചനമാണ്. ഇന്ന് നിങ്ങൾ വന്നിരിക്കുന്ന ഇപ്പോൾ 144 പേര് ചേർന്നിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം ഒന്ന് സ്പർശിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ഇടപെടുക. ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് ഹൃദയങ്ങളെ ദൈവം സ്പർശിക്കും. നമുക്ക് ശാരീരികമായ ഫിസിക്കലായിട്ടുള്ള ഹീലിങ്സ് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്ന മെന്റൽ ഹീലിംഗ്, മെന്റൽ ആയിട്ടുള്ള വെൽബീയിങ് നമുക്ക് വലിയ ആവശ്യമുള്ള ആണ്. നമുക്കൊരു വചനം എടുക്കാം. കർത്താവിനോട് ഇടപെട്ട വചനം യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാവോ ആരെങ്കിലും? ഒന്ന് ഉറക്കെ വായിക്കാമോ സിസ്റ്ററെ? നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ആമേൻ. ആമേൻ. മതി സിസ്റ്റർ, മതി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുവാണേ. സ്തോത്രം. കർത്താവിന്റെ വചനം ഇപ്രകാരം പറയും: നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. പലപ്പോഴും നമ്മൾക്ക് പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയങ്ങൾ വന്ന് ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഭാരപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളുണ്ടാകും, പല വിഷയങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ കർത്താവ് എന്തുകൊണ്ടായിരിക്കാം നമ്മളോട് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതെന്ന്? ആർക്കെങ്കിലും ചിന്തിക്കുക, എന്തുകൊണ്ടായിരിക്കും കർത്താവ് പറഞ്ഞ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതെന്ന്? എന്തുകൊണ്ടായിരിക്കാം കർത്താവ് നമ്മോട് പറഞ്ഞത്? മ്യൂട്ട് മാറ്റി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജീവിതത്തിൽ വിഷയങ്ങൾ വരും, വിശ്വസിക്കുന്നവരുടെ ഹൃദയം കലങ്ങി പോകരുത്. എന്തുകൊണ്ടായിരിക്കും കർത്താവ് പറഞ്ഞ കലങ്ങി പോകരുത്? കലങ്ങി പോയാൽ എന്തു പറ്റും? വിശ്വാസം ഉണ്ടാവും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഭാരത്തിലിരിക്കും. നമ്മുടെ ആയിരിക്കുന്ന വിഷയങ്ങൾ പല വിഷയങ്ങളായിരിക്കാം. അത് നമ്മൾ പോലും അറിയാതെ അത് വിഴുങ്ങിക്കളയാന്ന് പറയത്തില്ലേ, അതിനകത്ത് നമ്മൾ പെട്ടുപോകുന്ന സമയത്ത്, അതിൻ്റെ അകത്ത് മുങ്ങിപ്പോകുന്ന സമയത്ത് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. പ്രാർത്ഥിക്കാൻ ഇല്ലേ? പറ്റത്തില്ല അല്ലേ? നമ്മൾ ഒരു വിഷയത്തിനകത്ത് ഇപ്പൊ നമ്മള് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ വരുമ്പോൾ ആ വിഷയത്തെ പറ്റി ചിന്തിച്ച് അതെങ്ങനെ വന്ന് ഇങ്ങനെയാവും, അത് അങ്ങനെ ആയില്ലെങ്കിൽ ഇങ്ങനെ ശരിയായില്ല, എന്ത് സംഭവിക്കും, ഇന്നിങ്ങനെ ചിന്തിച്ച് നമ്മൾ ഒരുപാട് ആ വിഷയത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങോട്ട് എന്താ പറയുക, ഹൃദയം കലങ്ങി പോകും അല്ലേ? നമ്മൾ ട്രബിൾഡ് ആവും, നമുക്ക് ഫോക്കസ് കിട്ടത്തില്ല, നമുക്ക് അറ്റൻഷൻ കിട്ടത്തില്ല. അങ്ങനെ അറ്റൻഷൻ കിട്ടാതെ വരാതിരിക്കാനാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത് ഹൃദയം കലങ്ങി പോകരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഹൃദയം കലങ്ങി പോകാതിരിക്കാനായിട്ട്? നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ അറിയാം, ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൽ, എന്നിൽ വിശ്വസിപ്പിൽ. അപ്പൊ നമുക്ക് ദൈവത്തെ പോലും വിശ്വസിക്കാൻ പറ്റാതെ വണ്ണം നമ്മുടെ വിശ്വാസത്തെ ഒരു തടങ്ങൽ പാറയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഹൃദയം കലങ്ങി പോകുന്ന അവസ്ഥകൾ.
അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഭാരത്തോടെ കേൾക്കുന്ന വ്യക്തികളുണ്ട്. അപ്പം കർത്താവ് ഒന്ന് ചോദിക്കുക, നീ ഹൃദയം കലങ്ങിയിരിക്കോ അല്ലേ, അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഭാരപ്പെട്ടിരിക്കുക, എന്നാ ഞാൻ നിന്നെ അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞൊരു കർത്താവാണോ? ഒരിക്കലും അല്ല. നമ്മുടെ ഭാരങ്ങളെ നന്നായി അറിയുന്ന ദൈവം, നമ്മുടെ വിഷയങ്ങളെ നന്നായി അറിയുന്ന ദൈവം, അതിനെ പൂർണ്ണമായി മാറ്റുവാൻ സർവശക്തിയുള്ളൊരു ദൈവമാണുള്ളത്, അല്ലേ? അപ്പൊ ദൈവം നമ്മളോട് ഇവിടെ പറയും, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോരുത്. മക്കളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം ഹൃദയം കലങ്ങിപ്പോകുന്നത് നമ്മൾ യേശുവിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറി നമ്മുടെ വിഷയങ്ങളിലേക്ക് പോകുമ്പോഴാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, എങ്ങനെയാണ്, ഏതൊക്കെ വിധേനയാണ് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാൻ ഇടവരുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഭാരങ്ങൾ ഇങ്ങനെ വരുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ലോകത്തിലായതുകൊണ്ട്, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ കൂടുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾ. എല്ലാവർക്കും പല പല ഉത്തരങ്ങളുണ്ട്. എല്ലാവരും പല വിധത്തിൽ ശരിയാണ്. നമുക്ക് അതിനോട് അനുബന്ധമായിട്ട് നമുക്കൊരു വചനം എടുക്കാം. നമുക്ക് ആവർത്തന പുസ്തകത്തിലേക്കൊന്ന് പോയാലോ? ആവർത്തന പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിലേക്കൊന്ന് വരാവോ? സോറി, ആവർത്തന പുസ്തകമാണ് ഞാൻ പറഞ്ഞേ. ഒരു മിനിറ്റ്. സദൃശവാക്യങ്ങളാണ്. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായമാണ്. 4-ാം അധ്യായം. 4-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം ഒന്ന് വായിക്കാമോ? 23. ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നല്ലതാകുന്നത്. ഓക്കെ, ആരാ വായിച്ചത്? ഗ്രേസി സിസ്റ്റർ വായിച്ചേ. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ഇതിനോട് അല്ലേ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന് അനുബന്ധമായ ഒരു വചനമാണ് ഇവിടെയും കിടക്കുന്നത്. സകല ജാഗ്രതയും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാണല്ലോ ആകുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ലെ? എങ്ങനെയായിരിക്കും നമ്മുടെ ഹൃദയം ട്രബിൾ ആകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഭാരങ്ങൾ വരുന്നത്? അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം അതിന്റെ മുകളിൽ തന്നെ നമുക്ക് കിടപ്പുണ്ട്. ഞാൻ തന്നെ വായിക്കാം, കാര്യം എല്ലാവരും കൂടെ ഒരുമിച്ച് വായിക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ 4-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 20-ാം വാക്യം മുതൽ ഞാൻ താഴോട്ടൊന്ന് വാക്യാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും വചനം ശ്രദ്ധിക്കുക. നമ്മൾ വായിക്കുന്നത് സദൃശവാക്യങ്ങൾ അതിന്റെ 4-ാം അധ്യായം 20 മുതലാണ്. അത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരുക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. 21-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അപ്പൊ ഇവിടെ പറയുന്ന ദൈവത്തിന്റെ വചനങ്ങളെ പറ്റിയാണ് പറയുന്നത്, അല്ലേ? ഇവിടെ പറയുന്നു, മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. അപ്പം നമ്മൾ ഇതിനെല്ലാം കഴിഞ്ഞ് താഴെ പറയുന്ന ഇപ്രകാരമാണ്: സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്കുള്ള വാതിലുകളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നന്മയായിക്കൊള്ളട്ടെ, തിന്മയായിക്കൊള്ളട്ടെ, നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഉളവാക്കുന്നതായിക്കോട്ടെ, സന്തോഷം ഉളവാക്കുന്നുണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ദുഃഖം കൊണ്ടുവരുന്നതായിക്കോട്ടെ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു വാതിലുണ്ട്. ആ വാതിലുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ പറയുന്നത്, മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. ശ്രദ്ധ, നമ്മുടെ അറ്റൻഷൻ, നമ്മൾ ആയിരിക്കുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥനയ്ക്കകത്ത് വന്നിരിക്കുക, അല്ലെ? ഈ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്ന സമയത്തും നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്? പലപ്പോഴും നമ്മൾ അല്ലെ, ചിലപ്പം എല്ലാവരെയും പറ്റിയല്ല പറയുന്നത്, എന്നെ ഞാൻ ഉദാഹരണമായിട്ട് പറയാം, അപ്പൊ പിന്നെ ആർക്കും പ്രശ്നം വരില്ല. ഇപ്പൊ ഞാനിപ്പോ പ്രാർത്ഥനയിരിക്കുന്ന സമയത്ത് ഇപ്പൊ അയ്യോ, എൻ്റെ ഇപ്പൊ അടുക്കളയെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്, കഞ്ഞി വെക്കുന്ന, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെ എൻ്റെ കുഞ്ഞു സ്കൂളിൽ പോയിക്കോ, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെ? നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവും, അല്ലേ? അപ്പൊ ഇവിടെ ഒന്നാമതായിട്ട് പറയുന്നത്, മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരുക. അപ്പം നിങ്ങൾ ആ ഒരു വാക്ക് മാത്രം ശ്രദ്ധിക്കുക. എനിക്കറിയാം, ഞാൻ ഒരു കാര്യത്തിലേക്ക് വരികയാണ്. ശ്രദ്ധ, എല്ലാരും പറഞ്ഞേ, ശ്രദ്ധ. ശ്രദ്ധ, നമ്മുടെ അറ്റൻഷൻ, അല്ലേ? നമ്മുടെ ഹൃദയത്തിലേക്കുള്ള നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്നാണ് ഇപ്പം നമ്മളിവിടെ പറയുന്നത്. 1, ശ്രദ്ധ. 2, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കുക.
പറഞ്ഞേ, രണ്ടാമത് പറഞ്ഞേ, എന്റെ കേൾവി, മൊഴികൾ കേൾവി എന്റെ കേൾവി. കേൾവി. ആമേൻ. അപ്പം ഇവിടെ വചനം ഇപ്രകാരം പറഞ്ഞ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. നമുക്ക് ഒരിക്കലും നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ മൈൻഡിനെ നമുക്ക് കൈ കൊണ്ടെടുത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? പക്ഷെ വചനം വ്യക്തമായി പറയുന്നു അതിലേക്കൊരു വഴിയുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ എന്താ പറയുന്നേ, സൂക്ഷിക്കാനുള്ള സർവ്വ അധികാരങ്ങളും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിടാം. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് അറ്റൻഷൻ, രണ്ട് ശ്രദ്ധ, രണ്ട് നമ്മുടെ ചെവി. അതായത് നമ്മൾ കേൾക്കുന്ന എന്താണ് എന്ന് പറഞ്ഞേ, നമ്മൾ കേൾക്കുന്നതിൽ കാര്യമുണ്ടെന്ന് പറ. കേൾക്കുന്നതിൽ കാര്യമുണ്ട്. ആമേൻ, ആമേൻ. മൂന്നാമത് ഇവിടെ പറയുന്നു അവ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനങ്ങൾ. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. അപ്പൊ അവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ വിഷൻ, നമ്മൾ കാണുന്നത്. പറഞ്ഞ നമ്മുടെ കണ്ണ്. നമുക്ക് പുതിയ നിയമപുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്, അല്ലേ? ആ വചനം കേട്ടിട്ടുണ്ടോ? ആമേൻ, ആമേൻ. അപ്പൊ നമ്മളിപ്പോ ധ്യാനിക്കുന്ന, ഞാൻ ഇന്നലെ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു ഹൃദയം എന്നിങ്ങനെ എടുത്തു കാണിക്കുക. അപ്പം എന്തുകൊണ്ടാണ് കർത്താവ് ഹൃദയത്തിന് ഇത്ര പ്രാധാന്യം? ഇന്ന് നമ്മൾ പ്രാർത്ഥനയിൽ വന്നിട്ടും നമ്മൾ വചനങ്ങളെ കേട്ടിട്ടും പല സമയത്തും നമ്മൾ ആ വചനങ്ങള് ഫലം കായ്ക്കാതെ വണ്ണം, അല്ലെങ്കിൽ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ഫലം കായ്ക്കാതെ വരുമ്പോൾ അതിനകത്ത് ജീവൻ ഒഴുകത്തില്ല. ജീവൻ ഒഴുകിയില്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങൾക്കകത്ത്, അല്ലെങ്കിൽ ഇന്ന് എന്താ പറയുന്ന മാറ്റമില്ലാത്ത കിടക്കുന്ന അല്ലെങ്കിൽ മരവിച്ച് കിടക്കുന്ന വിഷയങ്ങൾക്കകത്ത് നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റാത്തത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകാത്തതുകൊണ്ടാണ്. വചനം ഇപ്രകാരം പറയുന്ന ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് ആദരം പ്രസ്താവിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ എന്താണ് ഡൗൺലോഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ എന്താണ് സ്വീകരിക്കുന്നത് എന്ന് അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥ. അപ്പൊ വളരെ ഇങ്ങനെ ഞാൻ ഈ പലതവണ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ കർത്താവ് എന്നോട് ഇടപെടുന്ന ആദ്യമായിട്ടാണ്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. നമ്മൾ പറയുന്നത്, കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിക്കുക. നമ്മളത് വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ നമ്മുടെ ഹൃദയം കലങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഹൃദയം കലങ്ങി പോയിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഹൃദയം കലങ്ങിയിരിക്കുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ ഹൃദയം ഓൾറെഡി പല കാര്യത്താല് ട്രബിൾഡ് ആണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. പിശാചിനെ നന്നായി അറിയാൻ. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ, യേശുവിനെ അറിയുന്ന ആരാധിക്കുന്ന രക്ഷകർത്താവായി സ്വീകരിച്ച ഒരു മകളെ കർത്താവിനെ പിശാചിനെ തൊടാൻ പറ്റത്തില്ല. അവന് നിങ്ങളെ ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവന് തന്ത്രങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. അവൻ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഒന്നാമതായിട്ട് അവൻ ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ ഹൃദയങ്ങളെയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ പലപ്പോഴും കർത്താവിന്റെ ഒരു ഉപമ പറയുന്നുണ്ട്, അല്ലേ? വചനം വിത്ത് വിതയ്ക്കുന്ന ഒരു ഉപമ, അല്ലേ? ചില വിത്തുകൾ പാറയിൽ വീണു, ചില വിത്തുകൾ, അതെല്ലാം ആ നിലത്തെ കാണിക്കുന്ന എവിടെയാണ്? നമ്മുടെ ഹൃദയത്തെയാണ്. അപ്പൊ നിങ്ങളുടെ ഹൃദയം ഒരുക്കമില്ലാത്തൊരു ഹൃദയത്തോടു കൂടിയാണ് നിങ്ങൾ വചനങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫലം കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾക്ക് മാക്സിമം ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി സംസാരിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ നിങ്ങൾ പോയിരുന്ന് നിങ്ങൾ നിരാശയുടെ വാക്കുകളും പരാജയത്തിന്റെ വാക്കുകളും നിങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് വലിയൊരു കളകളായിട്ട് വീഴുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല വിത്തുകളുണ്ട്, ദൈവത്തിന്റെ വചനങ്ങളുണ്ട്. പക്ഷേ ആ വിത്തിനെ വിഴുങ്ങിക്കളയത്തവണ്ണം നിങ്ങൾ നിങ്ങൾ എക്സ്പോഷർ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ ശ്രദ്ധയിരിക്കുന്നത്? നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇന്ന് നമ്മുടെ പോലും അറിയാതെ നമ്മുടെ ഹൃദയത്തിനകത്ത് ചില ഭാരങ്ങൾ, ചില കളകൾ, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ പഠിപ്പീരുകൾ ദൈവത്തിന്റെ വചനത്തെ ഞെരുക്കി കളയത്തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അപ്പൊ ഇന്ന് വചനം ഇപ്രകാരം പറയുന്നു. 20-ാം അധ്യായം സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു, മകനെ എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുക. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾ യേശുവിന്റെ സന്നിധി ഇരിക്കുമ്പോൾ യേശുവിനെ ആണോ നിങ്ങൾ ശ്രദ്ധിച്ചു പോകുന്നത്? പലപ്പോഴും നമ്മൾ യേശുവിനെ അല്ല ശ്രദ്ധിക്കുന്നത്. നമ്മൾ യേശുവിൽ നിന്ന് ശ്രദ്ധ മാറ്റി ദുഷ്ടൻ നമ്മുടെ മുമ്പിലോട്ട് വരും. കണ്ടില്ലേ ഈ വിഷയങ്ങൾ, കണ്ടില്ലേ ഈ വിഷയം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കടബാധ എടുക്കുക. ആ കടം വന്നു, നീ എല്ലാവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരും. നിന്റെ മക്കളുടെ വിഷയം കണ്ടോ, നീ പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല. അല്ലെങ്കിൽ നീ കണ്ടോ, ഈ പ്രാർത്ഥിക്കുമ്പോൾ വിഷയങ്ങൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കണ്ട. നീ എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? മറ്റുള്ളവരെ നിന്നെ നോക്കുന്നു, നീ പ്രാർത്ഥനക്കാരി എന്ന് വിളിക്കുന്നില്ല.
നിനക്ക് അവരുടെ കൂടെ നോർമലായിട്ട് ജീവിച്ച എല്ലാരെ പോലും പ്രാർത്ഥിച്ചാൽ പോലെ നീ എന്തിനാ എക്സ്ട്രാ പ്രാർത്ഥിക്കും എന്നിങ്ങനെ നിങ്ങൾ പോലും അറിയാതെ ഭയങ്കരമായ ഒരു അറ്റാക്ക് നിങ്ങളെ മൈൻഡിലോട്ട് വരും. അതുകൊണ്ടാണ് പിശാച് നിങ്ങളെ മൈൻഡിനെ അറ്റാക്ക് ചെയ്യുന്നത്. പിശാചിന് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ഒരുക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ 100 1000 മേനിയും കൊയ്ത് നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ പ്രാപിച്ചെടുക്കുമെന്നുള്ള ഭയം പിശാചിനുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെയുള്ള ഈ ഒരു വാതിലിൽ കൂടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പിശാച് ചിന്തകളെ കൊണ്ടിടുന്ന ഒന്ന് നിങ്ങളുടെ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ദൈവം ശക്തി തന്നിട്ടുണ്ട്, അതിനുള്ള വിവേകം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശ്രദ്ധ എന്തിലാണ്? നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വിഷയങ്ങളിലാണെങ്കിൽ ആ വിഷയങ്ങളെ നിങ്ങൾ വിഴുങ്ങിക്കളയും. അപ്പം എന്ത് ചെയ്യണം സിസ്റ്റർ? ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്ത വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് ഞാൻ അതിലോട്ട് പിന്നീട് കടന്നു വരാം. ഞാൻ പെട്ടെന്ന് തന്നെ മനുഷ്യൻ, എനിക്കറിയാം സമയത്തിന് പരിധികളുണ്ട്. രണ്ടാമത് അവിടെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന, നിങ്ങൾ എന്താ പറയുന്നത്, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി നിങ്ങളെ നിരാശപ്പെടുത്തുന്ന പരാജയപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്ന ആളുകളുമായിട്ട് കൂടാതിരിക്കുക. അത് ഒന്ന് കേൾക്കാൻ സാധിക്കും അല്ലേ? പിന്നെ വേറെ എവിടെ നിന്നാണ് നമുക്ക് മോശമായിട്ട്, നമുക്ക് ഇപ്പൊ അറിയാം, നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾക്കൊരു രോഗമുണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾക്കൊരു തലവേദന വന്നു, ഓക്കെ, നിങ്ങൾക്ക് തലവേദന വരുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ നമ്മളത് കേട്ടിട്ടുണ്ടെങ്കിൽ തലവേദന ക്യാൻസറിന് വരുമ്പോഴാണ് തലവേദന വരുന്നത്, അല്ലെങ്കിൽ ബ്ലീഡിങ് വരുമ്പോഴാണ് തലയ്ക്കകത്ത് തലച്ചോറിന് എന്തോ വരും. ഇങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ആവശ്യത്തിനുള്ള അറിവുകൾ നല്ലതാണ്, പക്ഷെ അനാവശ്യമായി നമ്മൾ സോഷ്യൽ മീഡിയകളിലും അവിടെയും ഇവിടെയും കിട്ടുന്ന അറിവുകളെ നമ്മൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ ഇതൊക്കെ നമ്മുടെ വചനത്തിന് വിരുദ്ധമായി ആ ഒരു അറിവുകൾ നമ്മൾ അതിനെ വിഴുങ്ങിക്കളയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനം എടുക്കണം, കർത്താവേ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എന്താ കാണുന്നത്, എൻ്റെ ചെവി കൊണ്ട് ഞാൻ എന്താ കേൾക്കണ്ടേ? കണ്ണുകൊണ്ട് കാണുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളായിക്കോട്ടെ, വായിക്കുന്ന സോഷ്യൽ മീഡിയകളായിക്കോട്ടെ, നിങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ, അവരോട് കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന എന്താ പറയുക സംസാരങ്ങളായിക്കോട്ടെ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചില സമയത്താണെങ്കിലും ചില വ്യക്തികളോട് സംസാരിക്കുന്ന നിങ്ങൾക്കൊരു വലിയൊരു ആത്മബലം കിട്ടുന്നതായിട്ട് ചില വ്യക്തികളോട് സംസാരിച്ചു കഴിയുമ്പോഴത്തേനും നിങ്ങൾ പോലും അറിയാതെ ഒരു ഭാരം കയറി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട് സിസ്റ്റർ. ആമേൻ ആമേൻ. അതെ തീർച്ചയായിട്ടും നമ്മളത് നല്ലൊരു വചനങ്ങളൊക്കെ കേട്ട്, ബ്രദറിന്റെ വചനമൊക്കെ കേട്ട് സൂമില് ദൈവാത്മാ ശക്തമായിട്ട് ഓക്കെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞാൻ പറഞ്ഞു വരും, നിന്നാൽ ഞാൻ പടക്കൂടുന്നേരെ പാഞ്ഞ് എൻ്റെ ദൈവത്തെ ഞാൻ ചാടി കിടക്കുമെന്ന് പറഞ്ഞ ഒരു കൂട്ടത്തിന് അടുക്ക് പോയിരിക്കുക. എന്നെ ഉണ്ട് സിസ്റ്ററെ, എന്നെ ഉണ്ട് കാര്യങ്ങൾ, മോളുടെ കാര്യം എന്നായോ ഒന്നും ശരിയായില്ലല്ലേ, അത് സാരമില്ല, ഇനി ശരിയാവും, ചിലപ്പോൾ ദൈവം അങ്ങനെ ആയിരിക്കും വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ വേറൊരാൾ പറയും, ഓ കർത്താവ് ചിലപ്പോൾ പരീക്ഷിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരെയാണ്. ഞാൻ പുറത്തുള്ള ആൾക്കാർ പിന്നെ അവർക്ക് അറിവില്ല എന്നാ പറയാം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനെ പറയുകയും നിങ്ങളെ നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ വെറുക്കണ്ട. അവരിൽ നിന്നൊരു അകലം പാലിക്കുക. അവരിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങളെ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആ കാര്യം. എന്തുകൊണ്ടാണ് പറയുന്നത്? നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്ന സമയത്ത് അല്ലേ, നിങ്ങളെ പണികളെല്ലാം ഒതുക്കി, നിങ്ങളെ വീട്ടമ്മമാരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, പല പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അല്ലേ, പല പല കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി നിങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം കേൾക്കാനാ. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുവാണേ. നിങ്ങൾ ഈ ഒരാഴ്ച നിങ്ങൾ സ്പെൻഡ് ചെയ്ത ആൾക്കാർ, സംസാരിച്ച ആൾക്കാർ, നിങ്ങൾ കേട്ട കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഇടപെട്ട വ്യക്തികള്, നിങ്ങൾ ഇരുന്ന ആ കൂട്ടങ്ങള്, ചിലപ്പോൾ നിങ്ങളൊരു പോയിരുന്നത് എന്താ പറയുന്നത്, നമ്മൾ ചെറിയൊരു വുമൺസിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള, ഇതിന്റെ പേരെന്താ, കുടുംബശ്രീ അല്ലേ? നിങ്ങൾ കുടുംബശ്രീ കൂടുന്നവരാണ്. അപ്പൊ കുടുംബശ്രീയിൽ കൂടുമ്പോ എല്ലാവരും വിശ്വാസികളൊന്നും അല്ലല്ലേ. എടാ നിന്റെ വിഷയങ്ങൾ എന്തായി മോളെ, നിന്റെ വിഷയങ്ങളൊന്നും മാറിയില്ലേ? ഓ അല്ലേലും പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ വിഷയങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിട്ടിരിക്കും. നിങ്ങളത് ഭയങ്കരമായിട്ട് ദൈവം വളർത്താൻ വേണ്ടിയിട്ട് പ്രശ്നമിട്ട്. അപ്പൊ നിങ്ങൾ കുറെ ചിന്തിക്കും, ശരിയാണല്ലോ, കുറെ പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല, ശരിയായിരിക്കും, ചിലപ്പോ അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പൊ ഇപ്പൊ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചിരിക്കും, നിങ്ങൾ കഴിഞ്ഞ ഒരു ഇപ്പൊ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച അല്ല, തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ ഇടപെട്ട, നിങ്ങൾ സംസാരിച്ച കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് റിവൈൻ ചെയ്ത് നോക്കി. കർത്താവ് എൻ്റെ ഹൃദയത്തെ ഭാരം തരുന്ന, എൻ്റെ ഹൃദയത്തെ ട്രബിൾ ആക്കുന്ന കാര്യങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള വ്യക്തികളുമായി ഞാൻ ഇടപെട്ടിട്ടുണ്ടോ? എൻ്റെ ശ്രദ്ധ എവിടെയായിരുന്നു? യേശു എന്നോട് പറയുന്നു, നീ എന്നിൽ വിശ്വസിച്ച നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്ന കർത്താവ് എന്നോട് പറയുന്നു. ദൈവത്തിന്റെ വചനങ്ങൾക്ക് മുകളിലായി, ദൈവത്തിന്റെ വചനങ്ങൾക്ക് അധികമായി അത് ശ്രദ്ധ മാറ്റി ഈ ലോകത്തിലെ നിയമങ്ങളും ലോകത്തിലെ കാര്യങ്ങളും എന്നെ വിഴുങ്ങിക്കളഞ്ഞോ ഇല്ലയോ എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ.
അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്, പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഇന്നു മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നു മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, അതായത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, കർത്താവേ ദൈവഹിതമല്ലാത്ത ആരും ഞാൻ കണക്റ്റഡ് ആകരുത്. ദൈവഹിതമല്ലാത്ത ചില സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്ത് പോകുന്ന വ്യക്തികളാണ്, മേ ബി ദേ ആർ വെരി ക്ലോസ് ടു മീ, അവരെനിക്ക് ഇമോഷണലി വളരെ ബോണ്ടായിട്ടുള്ള ഒരു ആളായിരിക്കാം. ഇപ്പം എന്താ പറയുക, നമുക്ക് അടുത്ത ആളുകളായിരിക്കും, പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, ആരുമായിക്കോട്ടെ. പക്ഷെ അവർ വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, വചനത്തിൽ അടിസ്ഥാനമായിട്ട് വിശ്വസിക്കാത്തവരായിരിക്കാം. അവരിലൂടെ ആയിരിക്കാം ഏറ്റവും കൂടുതൽ നിങ്ങൾ അറ്റാക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ആൾ നിങ്ങളോട് വന്ന് പറയാം, മോളെ നീ പ്രാർത്ഥിച്ചിട്ടൊന്നും ആയില്ലല്ലേ, ഓ സാരമില്ല, എന്നേലൊക്കെ ശരിയാവായിരിക്കും. അതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ച ബലപ്പെട്ടിരുന്ന് നിങ്ങൾ പെട്ടെന്ന് ബലൂൺ ഉറപ്പിച്ചു വിട്ട പോലെ അങ്ങനെ പോയ അങ്ങനെ ഒരു അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആമേൻ. അപ്പൊ നിങ്ങൾ ഇനി മുതൽ ശ്രദ്ധിക്കണമേ, നമ്മൾ ക്രിസ്തുവിൽ വന്നിരിക്കുന്ന നമ്മൾ ദിനം പ്രതി വർദ്ധിക്കാനാ, നമ്മൾ കർത്താവിൽ പറഞ്ഞ് നമ്മൾ അനുഗ്രഹത്തെ പ്രാപിക്കാനാണ്. അപ്പൊ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചുറ്റുമുള്ള ആൾക്കാരെ പിശാച് ഉപയോഗിക്കുക. അപ്പൊ ഒരിക്കലും നമ്മൾ ഒരിക്കലും ആ വ്യക്തികളെ വെറുക്കരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ എപ്പോഴും നമ്മളൊരു ഡിസ്റ്റൻസ് ഇടുക. ഞാൻ എന്താണ് കേൾക്കുന്നത്, ഞാൻ എന്താണ് കാണുന്നത്, ഞാൻ എന്താണ് സംസാരിക്കുന്നത്, അല്ലെ? നമ്മൾ സംസാരിക്കുന്നതിനെ പറ്റി നമ്മൾ സെപ്പറേറ്റ് തന്നെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് നേടിയത് സംസാരിച്ച് കളയരുത്. നമ്മൾ ഒരുപാട് വചനങ്ങൾ എടുത്ത് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷെ ഇന്നു മുതൽ പറയണം, നമ്മൾ സ്പിരിച്വലി ഇവിടെ പറയുന്ന എന്താ പറയുന്ന, അവിടെ ഒരു വാക്ക് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ജാഗ്രതയുള്ളവരായി എന്ന് വായിച്ച 4:23 വായിച്ചേ. സകല ജാഗ്രതയോടുകൂടെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാണല്ലോ ആകുന്നത്. ആമേൻ, ആമേൻ. അപ്പൊ നമ്മൾ ഇന്ന് പോലെ എന്തുള്ളവരായിരിക്കണം? ജാഗ്രതയുള്ളവരായിരിക്കണം, അല്ലേ? ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മൾ വിജിലന്റ് ആയിരിക്കണം. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മസിൽ പിടിച്ച് നടക്കണമെന്നാണ്? അല്ല, ഒരിക്കലും അല്ല. നിങ്ങൾ എവിടെ പോയാലും ക്രിസ്തുവേശു മുഖാന്തരം നിങ്ങൾ സകലത്തിലും ജയമുള്ളവരാണ്. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ എവിടെ പോയാലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ എവിടെ കാല് കുത്തിയാലും വചനം പറയുന്നത്, നിങ്ങൾ കാല് കുത്തുന്ന ദേശം നിങ്ങൾക്ക് അവകാശമായി തീരും, അല്ലേ? ഇതുപോലെ വചനങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്കൊരു ഇൻഫ്ലുവൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിജിലന്റ് ആയിട്ട് ഇരിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ബ്രദർ സൂം മീറ്റിംഗ് പറയുമ്പോൾ എപ്പോഴും നിങ്ങളൊരു ബാറ്റിൽ ഫീൽഡാണ്, അല്ലേ? നമ്മൾ എപ്പോഴും ഒരു ബാറ്റിൽ ഫീൽഡ്. നമുക്ക് എന്താ പറയുന്ന വചനം പറയുന്നത്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അപ്പൊ വ്യക്തികളോടല്ല. ആ വ്യക്തികളിലൂടെ സംസാരിക്കുന്ന, വ്യക്തികളോട് പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടാത്മ സേനയുണ്ട്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പ്രഭുവുണ്ട്. അവയെ തിരിച്ചറിയാനുള്ള വിവേകം ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ. അതുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥനയിൽ, നിങ്ങളിപ്പം ഞാൻ പറയാം, തിങ്കൾ മുതൽ വെള്ളി വരെ പ്രാർത്ഥനയെ കയറിയിട്ട് നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനമില്ലെങ്കിൽ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ച് ഏത് വാതിലാണ് നിങ്ങൾ തുറന്നിട്ടിരിക്കുന്നത്? നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ, അത് വീഡിയോസ് ആയിക്കോട്ടെ, എന്താ പറയുന്ന വ്യക്തികളുടെ ഇൻവോൾവ്മെന്റ് ആയിക്കോട്ടെ, നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, സംസാരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ കാണുന്നത്, കേൾക്കുന്ന, സംസാരിക്കുന്ന, അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ അറ്റൻഷൻ, ഇതേ നിങ്ങൾ യേശുവിൽ നിന്ന് ഫോക്കസ് മാറ്റി വിടുന്നാണെങ്കിൽ ശ്രദ്ധിച്ചോ, അത് ശ്രദ്ധിക്കണമേ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയിൽ ചിലപ്പോൾ നിങ്ങളെ രക്ഷിക്കപ്പെടാത്ത ഭർത്താവായിരിക്കും. നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നീ പ്രാർത്ഥിച്ച് ഉണ്ടാകാൻ പോകുന്നില്ല, നീ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ കർത്താവെ കേട്ടില്ല. ഞാൻ അല്ലില്ല കർത്താവെ, അദ്ദേഹത്തിന് അറിയത്തില്ല. ഞാൻ വിശ്വസിക്കുന്ന അപ്പ, ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, ഞാൻ വിശ്വസിച്ച് മുഖാന്തരം എൻ്റെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കും. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയണം. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സുഹൃത്തുക്കൾ പറയും, നിന്റെ കടം മാറിയില്ലല്ലേ? മാറത്തില്ല, സാരമില്ല, ഇങ്ങനെയൊക്കെയാ ജീവിതമൊക്കെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മാറി, ശരി സഹോദരി എന്ന് പറഞ്ഞ് മാറി അവിടെ നിന്ന് പോയി, എൻ്റെ ദൈവമോ എൻ്റെ ആവശ്യങ്ങളൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ എനിക്ക് പൂർണ്ണമായി തീർത്തു തരും. നിങ്ങളിത് വചനങ്ങൾ വിശ്വാസത്തോടെ പറയുമ്പോൾ പിശാച് പേടിക്കും. ഓ, ഇവളെ എനിക്ക് പേടിയാട്ടോ, ഇവള് ചില്ലറക്കാരി, ഇവള് വെറും പ്രാർത്ഥനക്കാരി എന്ന് പേരുള്ള വചനത്തെ എടുത്ത്
അത് വാളുപോലെ ഉപയോഗിക്കുന്ന ശക്തമായ ദൈവത്തിന്റെ മകളാണെന്ന് പറഞ്ഞ് പിശാച് മാറിപ്പോവും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് ജാഗ്രതയോടുകൂടി നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾക്ക് സൂക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ കണ്ണുകളെ ജാഗ്രതയോടെ സൂക്ഷിക്കുക, നിങ്ങളുടെ ചെവികളെ ജാഗ്രതയോടെ സൂക്ഷിക്കുക, നിങ്ങളുടെ അറ്റൻഷൻ, നിങ്ങളുടെ ശ്രദ്ധയെ യേശുവിൽ മാത്രം വെക്കുക. എത്ര പേര് പറയും ഇന്ന് കർത്താവെ ഞാൻ പോലും ശ്രദ്ധിച്ചില്ല സിസ്റ്ററെ. ചിലവർ പറയും സിസ്റ്ററെ ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ പറയുന്നവരുണ്ട്. കർത്താവ് ഇങ്ങനെയൊക്കെ എന്റെ ഹൃദയത്തെ ബാധിക്കുമോ? അങ്ങനെയൊക്കെ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? ഇപ്പൊ അങ്ങനെ ഒരു ചിന്ത വന്നവർ എത്ര പേരുണ്ട്? ആരുമില്ലേ? എല്ലാവർക്കും അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനത്തെ ചിന്തകൾ എപ്പോഴും വരാറില്ല. ആമേൻ. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളൊരു വചനം കേൾക്കുമ്പോൾ, നമ്മളൊരു പ്രാർത്ഥന കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ നിറവോടെ സ്വീകരിച്ചു പോകുമ്പോൾ അതിനെ പെറുക്കി കളയാൻ, അത് ഫലം കായ്ക്കാതെ വേണം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയാൻ, അല്ലെങ്കിൽ എന്താ പറയുന്ന പാറയിൽ വീണതുപോലെ, മുള്ളിന്റെ ഇടയിൽ വീണതുപോലെ ആക്കി കളയാൻ, വഴിയടയിൽ വീണ വിത്ത് പോലെ ആക്കി കളയാൻ കാരണമായി നിൽക്കുന്ന വാതിലുകളെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് നല്ല വാതിലുകൾക്ക് നിങ്ങളുടെ ചെവി തുറന്നു കൊടുക്കുക. നല്ല വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന നിങ്ങളൊന്ന് തളർന്നു പോയാൽ സാരമില്ല സഹോദരി, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ യേശുവിന്റെ നാമത്തിൽ മുന്നോട്ട് തന്നെ പോകുമെന്ന് പറയുന്ന ഒരാളെ ഉള്ളോ, അയാളുമായിട്ട് കൈ കൊടുക്കുക. അല്ലാതെ 10 പേര് നിങ്ങളോട് പറയും കൂടെ ഇരിക്കുന്ന 10 ഇതൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, എത്ര നാളെ എന്ത് പറയുന്നവരെ നിങ്ങൾ ഡിസേൺ ചെയ്യുക, അവരിൽ നിന്നൊരു അകലം പാലിക്കുക. വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താ പറയുന്ന ആ ഒരു നന്മേനെ പ്രാപിക്കണമെങ്കിലാണ് ഞാൻ ഉത്തരം പറയുന്നത്. പലർക്കും ഇന്ന് നിങ്ങൾക്ക് പലർക്കും ആ ഒരു നന്മ പ്രാപിക്കാൻ പറ്റാത്തത്, വചനങ്ങളെ കേൾക്കാൻ പറ്റാത്തത്, അതിന്റെ നന്മ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാരണങ്ങളാണ് ദൈവ ആത്മാവിൽ നിങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നെ ശ്രദ്ധയോടെ കേൾക്കുന്ന നിങ്ങൾ പോലും അറിയാതെ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ എന്താ പറയുക സ്പർശിച്ചുകൊണ്ടിരിക്കുക. എത്ര പേർ പറയും കർത്താവേ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഈ വചനം എനിക്ക് അനുഗ്രഹമാണ്, എന്നെ കർത്താവ് എന്നോട് സംസാരിച്ചെന്ന് എത്ര പേർ പറയും? ഹല്ലേലൂയ. കാര്യം നിങ്ങൾ തന്നെ ചോദിക്കാറില്ല, കർത്താവ് ഞാൻ ഈ വചനം എല്ലാം കേൾക്കുന്ന എന്തുകൊണ്ടാണ് മാറ്റം ഉണ്ടാകാത്തത്? കർത്താവ് ഞാൻ ഈ വചനം രാവിലെ തൊട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ ശനി ഞായർ ഉൾപ്പെടെ ഒന്ന് കേട്ടോണ്ടിരിക്കുക, പക്ഷെ എന്തുകൊണ്ടാണ് എനിക്കിത് പൂർണ്ണമായിട്ട് ഫലം കഴിക്കാൻ പറ്റാത്ത? കാരണം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഗാർഡ് ചെയ്യുന്നില്ല. വചനം ഇപ്രകാരം പറയും, നിങ്ങൾ സകല ജാഗ്രതയോടും കൂടി നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കേൾക്കണം. കാരണം നിങ്ങളുടെ ഹൃദയത്തിനകത്താ ഈ വചനം ഇരിക്കണ്ടേ. ആ വചനത്തെ നിങ്ങൾ ഗാർഡ് ചെയ്തെങ്കിൽ അതിന് ഫലം കായ്ക്കത്തുള്ളൂ. ആ ഫലം കായ്ച്ചെങ്കിൽ ജീവൻ ഒഴുകത്തുള്ളൂ. ജീവൻ ഒഴുകിയാല ജീവൻ ഇല്ലാത്ത, ജീവൻ അറ്റുകിടക്കുന്ന നിങ്ങളുടെ വിഷയത്തിനകത്ത് അത്ഭുതമായി മാറത്തുള്ളൂ. ഒരാമേൻ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇന്ന് പറയണേ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ എന്റെ ഹൃദയത്തിനകത്തുള്ള വചനത്തെ വളർത്തുവാൻ എതിരായി നിൽക്കുന്ന എല്ലാ വാതിലുകളും ഞാൻ അടയ്ക്കുന്നു എന്ന് പറഞ്ഞാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഇന്നുവരെ നിങ്ങൾ കാണാത്ത, ഇന്നുവരെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റാത്ത വിഷയങ്ങൾ ഇന്ന് കർത്താവ് തൊടാൻ പോയി കേട്ടോ. ഇന്ന് അങ്ങനെയുള്ള വിഷയങ്ങളെ കർത്താവ് തൊടുന്നേ. നാളുകളായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റാത്തത്, അത് നിങ്ങൾ പോലും അറിയാതെ പിശാച് കുഴുക്കിയിട്ടേനെ കർത്താവിന് അഴിക്കുക എന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചേ, ഇന്ന് പറഞ്ഞാട്ടെ കർത്താവെ ഇങ്ങനെ പറയണം, പ്രാർത്ഥിക്കണമേ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നിങ്ങൾ എല്ലാവരും ഇരിക്കുന്ന ഇടത്തിലൊന്ന് പറയണം. ഞാൻ മ്യൂട്ട് ചെയ്യും. എല്ലാവരും കൂടെ ഒരുമിച്ച് പറയുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കുകയാണ്. ഇപ്രകാരം പറഞ്ഞാട്ടെ, കർത്താവെ എന്റെ കണ്ണുകൊണ്ട്, എന്റെ ചെവി കൊണ്ട്, ഞാൻ വായ കൊണ്ട് കർത്താവെ ദുഷ്ടന് ഞാൻ തുറന്നു കൊടുത്ത വാതിലുകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്നെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്നെ ക്ലോസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ രക്തത്താൽ എൻ്റെ ചിന്തകളെ, എൻ്റെ കണ്ണുകളെ, എൻ്റെ കേൾവിനെ, ഞാൻ കേട്ടതിനെ എല്ലാം കർത്താവെ അങ്ങയുടെ രക്തത്താൽ എന്ന് ശുദ്ധീകരിക്കണം എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്നു, ഇന്ന് വരെ കാണാത്ത, ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടി ലഭിക്കാത്തതിനെ ഇന്ന് കർത്താവ് ഇത് ചെയ്യും. കാര്യം കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിക്കുവിൻ. ആ യേശുവിൽ വിശ്വസിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകാതിരിക്കേണ്ടത് ആവശ്യമാണെന്ന് കർത്താവിന് അറിയാം. ആ ഹൃദയത്തെ കലങ്ങി പോകാതെ തക്കവണ്ണം നമ്മളെ പരിപാലിക്കുന്ന വാതിലുകളാണ് നമ്മുടെ കണ്ണുകള്, ചെവികള്, നമ്മുടെ ശ്രദ്ധ. അതുപോലെ തന്നെ ആ ഹൃദയത്തെ തകർത്ത് കളയുന്ന, ഹൃദയത്തെ കലക്കി കളയുന്ന വാതിലുകളുമാണിത്. അതുകൊണ്ട് ഇന്ന് നമ്മളെ കണ്ണുകളെ, ചെവികളെ, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എല്ലാറ്റും കൂടി നമ്മുടെ ശ്രദ്ധ യേശുവിൽ മാത്രം
മാത്രമാണ്. ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ കർത്താവെ, അങ്ങിലും മാത്രം നോക്കി മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ. എന്നെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദത്തെ പകരുന്ന, ദൈവത്തിന്റെ ഹിതത്തെ സംസാരിക്കുന്ന വ്യക്തികളുമായിട്ട് ഇന്ന് കണക്ട് ചെയ്യുന്നത് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാഥം എന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഇന്ന് ദൈവത്തിന് ഹിതമുള്ള ആളുകളുമായിട്ട് എന്നെ കണക്ട് ചെയ്യണമേ. ദൈവഹിതമില്ലാത്ത എല്ലാ കണക്ഷൻസും എന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ ഇന്നെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ ഹിതമല്ലാത്ത ചില കണക്ഷൻസ്, ദൈവത്തിന്റെ ഹിതമല്ലാത്ത ചില വ്യക്തികള്, ദൈവത്തിന്റെ ഹിതമല്ലാത്ത ചില സാഹചര്യങ്ങളെ ദൈവം നിങ്ങളുടെ അടുത്ത് നിന്ന് മാറ്റുക ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിങ്ങളുടെ ജീവിതത്തിലുള്ള കണക്ഷൻസിനെ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ്, എനിക്കത് വേണ്ടപ്പാന്ന് പറ. ദൈവത്തിന്റെ ഹിതമല്ലാത്ത എല്ലാ വ്യക്തികള്, ദൈവത്തിന്റെ ഹിതമല്ലാത്ത സാഹചര്യങ്ങള്, ദൈവത്തിന്റെ ഹിതമല്ലാത്ത എല്ലാം കർത്താവ് ഇന്ന് മാറിപ്പോട്ടെ. എന്റെ ഹൃദയത്തെ കലക്കാൻ നോക്കുന്ന ദുഷ്ടൻ ഉപയോഗിക്കുന്ന സകല വ്യക്തികളെ, എല്ലാ സാഹചര്യങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇന്ന് ഹൃദയത്തെ ദൈവം സ്പർശിക്കുക. അതുപോലെ തന്നെ ഇന്ന് പാസ്റ്റ് ട്രോമ, ഇന്ന് പഴയ കാര്യങ്ങളിട്ട് പിശാച് നിങ്ങൾ ഹൃദയത്തെ വേദനിപ്പിക്കാൻ നോക്കുന്ന ആ ഒരു മണ്ഡലത്തെ ഇന്ന് കർത്താവ് തൊടുക ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് എല്ലാവരും കരങ്ങളെടുത്ത് ഹൃദയത്തിലെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ നിന്ന് വലിയ അത്ഭുതങ്ങൾ ഇന്ന് കർത്താവ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ഹൃദയത്തിനകത്ത് പല പഴയ കാര്യങ്ങളിട്ട്, നടന്നുപോയ കാര്യങ്ങളിട്ട് നിങ്ങളുടെ ഹൃദയത്തെ നോവിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ ഇന്ന് കർത്താവ് തകർക്കുക എന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ വായെടുത്ത് പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ, എന്റെ ഹൃദയത്തെ കലക്കാൻ നോക്കുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങളെ ഞാൻ യേശുവിനെ അത് ഇടിച്ചു കളയെന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ വായെടുത്ത് പറഞ്ഞാട്ടെ, അത് കൽപ്പിച്ചാട്ടെ, ഇന്ന് കൽപ്പിച്ചാട്ടെ. കർത്താവ് നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. യേശുവിനെ നന്ന് മ്യൂട്ടുകൾ പ്രാർത്ഥിച്ചാട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എന്റെ ഹൃദയത്തെ കലങ്ങുന്ന അവസ്ഥകള്, ഹൃദയത്തെ കലക്കുന്ന വിഷയങ്ങള് ഇന്ന് കർത്താവ് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത, നിങ്ങൾ ഹൃദയം യേശുവിന് കൊടുത്തേട്ടെ. കർത്താവ് നിങ്ങളുടെ വിഷയങ്ങളെ ഏറ്റെടുക്കുക. ലാബ റൂഷകസി വാതൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, ധന്യഭാഷകൾ പ്രാർത്ഥിച്ചാട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലേധേ മറൂഷകസിയാരകന ലബ റൂഷകസിയാതല ഖേസിയാതരകന. കർത്താവ് പറ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകേണ്ട മക്കളെ, നിങ്ങളുടെ ഹൃദയത്തെ കലങ്ങി പോകുന്ന വിഷയങ്ങളെ കർത്താവ് ഇന്ന് എടുക്കുക യേശുവിന്റെ നാമത്തിൽ. ദൈവഹിതമല്ലാത്ത കേൾക്കാതെ ഒരു കേൾവികളും, എല്ലാം കേൾവികളോടെ വന്നത് ഹൃദയത്തിനകത്ത് പോകുന്ന എല്ലാ കളകളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലേമ റൂഷകസി. പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന കൃപയ്ക്ക് തന്നെ ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തെ സൗഖ്യമാവെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലുള്ള മുറിവുകൾ, ആ മുറിവുകൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റാതെ കൊണ്ട് നിങ്ങൾ മുറിവുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, എന്റെ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്റെ ചിന്തകളെ ഒന്ന് സ്പർശിക്കണമേ. എന്റെ കണ്ണുകളെ ഒന്ന് സ്പർശിക്കണമേ. ദൈവത്തിന്റെ ഹിതമായത് കാണുവാൻ, ദൈവത്തിന്റെ ഹിതമായത് കേൾക്കുവാൻ, ദൈവത്തിന്റെ ഹിതമായ വഴികളിൽ സഞ്ചരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ എന്നെ ബലപ്പെടുത്തുമെന്ന് പ്രാർത്ഥിച്ചാട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ കുടുംബത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഒറ്റയ്ക്കായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തര കുടുംബത്തെ മുഴുവൻ വിടുവിക്കുവാൻ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനാണ് കേട്ടോ യേശുവിന്റെ നാമത്തിൽ. ഓ, നീ പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല, നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് പറയുന്ന എല്ലാ പിശാചിനും നുണകളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. സകല നിരാശകളിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിരാശകളിട്ട്, ഭാരങ്ങളിട്ട് ഹൃദയത്തെ കലക്കാൻ നോക്കുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങളെ ഐ ക്യാൻസൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ വ്യക്തിപരമായി അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് വിളിച്ചിരിക്കുന്ന അനുഗ്രഹം അനുഭവിക്കപ്പെടുവാൻ വേണ്ടി മാത്രമാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. Oh Lord Jesus, I close every evil doors in the name of Jesus that causing the heart to be troubled. അവിടുത്തെ ഹൃദയങ്ങളെ, അങ്ങനെ മക്കളുടെ ഹൃദയങ്ങളെ തകരുവാൻ പിശാച് ഉപയോഗിക്കുന്ന സകല പഴുതുകളെയും യേശുവിന്റെ നാമത്തിൽ അടിച്ചു പ്രാർത്ഥിക്കുന്നു in the mighty name of Jesus. നമ്മൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹൃദയത്തിലെ മുറിവുകൾ ഉണങ്ങട്ടെ അപ്പ, ഹൃദയത്തിലെ മുറിവുകൾ ഉണങ്ങട്ടെ. ശാപവാക്കുകളിട്ട്, വേദനിപ്പിക്കുന്ന വാക്കുകളിട്ട് ഹൃദയത്തെ ഒരു വാള് കൊണ്ട് കുത്തിക്കേറുന്ന രീതിയിൽ ആ മുറിവുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ അത് ഉണങ്ങട്ടെ അപ്പ. അങ്ങനെ സ്നേഹത്താൽ നിറയട്ടെ, അങ്ങനെ സ്നേഹത്താൽ നിറയപ്പെടട്ടെ, അങ്ങനെ സ്നേഹത്താൽ. ഹൃദയങ്ങൾ കർത്താവേ, ഒരുപാട് ഹൃദയം കലങ്ങിയിരിക്കുന്ന മക്കളുണ്ടപ്പ. ഹൃദയം
ഹൃദയം തകർന്നിരിക്കുന്ന മക്കളുണ്ടപ്പ യേശുവിന്റെ നാമത്തിൽ ഒന്ന് കർത്താവ് പറയുന്നു, ഓ നിന്റെ സകല ചിന്താഭാരങ്ങളും എന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ കരുതും, ഞാൻ നിന്നെ കരുതും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവ് എന്ന് പറഞ്ഞാട്ടെ. എന്റെ അനുഗ്രഹത്തെ ഞാൻ യേശുവിന്റെ നാമത്തിലെ വിശ്വാസം ഏറ്റെടുക്കുന്നു. എന്റെ അനുഗ്രഹത്തെ, എന്റെ സാമ്പത്തിക നന്മയെ ഞാൻ സ്വീകരിക്കുന്നു, എന്റെ സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. പറഞ്ഞാട്ടെ, വാദം പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തലമുറകളെ നന്മയെ സ്വീകരിക്കുന്നു. അതിനെ തടയുവാൻ ഒരു പിശാചിനും സമ്മതിക്കില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്നെന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇന്നെന്താണ് നിങ്ങൾക്ക് വേണ്ടത്? യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ രോഗസൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു, ആ സമാധാനത്തെ ഞാൻ സ്വീകരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തിനകത്ത് വേണ്ടാതിരിക്കുന്ന സകലവും ആ വേദനകളെ ഇന്ന് പുറത്താക്കുക. ഇന്ന് ആൻസൈറ്റികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. ആ ഭാരങ്ങൾ വിട്ടുമാറുക. ആ ഭയങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആക്കുക. കർത്താവ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഭയം കൊണ്ടിട്ട്, ഭാരം കൊണ്ടിട്ട് ഇന്ന് പിശാചിന്റെ തന്ത്രങ്ങളെ, ഓ അധികാരികളെ യേശുവിന്റെ നാമത്തിൽ I break in the name of Jesus. I break everything in the name of Jesus. Every fear, every anxiety. I speak complete freedom in the mighty name of Jesus. പ്രാർത്ഥിച്ചേ ഇന്ന് പരിശുദ്ധാത്മാ പ്രവർത്തിക്കുക. Hallelujah. എന്ന മ്യൂട്ടുകൾ പ്രാർത്ഥിച്ചേ. ആരാ പറഞ്ഞ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടില്ല? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ മാനിക്കപ്പെടും, നിങ്ങൾ ഉയർത്തപ്പെടും. ഓ ഹല്ലേലൂയ. നിങ്ങൾ എന്റെ മകനാണ്, മകളാണെന്ന് തെളിയിക്കും കർത്താവ്. സ്വർഗ്ഗത്തിലെ അപ്പൻ നിങ്ങൾക്കുണ്ട്. സകല സാത്താന്റെ തന്ത്രങ്ങളെ, നുണകളെ ഞാൻ തകർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഓ രക്ഷപ്പെടുത്തില്ല. ഓ ഞാൻ രക്ഷപ്പെടുത്തില്ലെന്ന് പറയുന്ന ചിന്തകളെ, ആ നുണയെ യേശുവിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് സകല ബന്ധനങ്ങളെ ഞാൻ അഴിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പാപുകളെ, തെളികളെ, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷം നിങ്ങൾക്ക് വരികയില്ല. നിങ്ങൾക്ക് തലമുറകൾക്ക് ദോഷം വരികയില്ല. നിങ്ങളുടെ ഭാവിക്ക് ദോഷം വരികയില്ല. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വചനം പറയും, ദൈവത്തിന്റെ ആത്മാവ് ഉണർത്ത് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യത്തിന് അവകാശമാ. സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അവകാശമാ. ഓ കടബാധയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഓ വിഷമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ദുഃഖങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, രോഗങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം യേശുവിന്റെ നാമത്തിൽ ഇന്ന് ക്ലെയിം ചെയ്തെടുത്തേ. യേശുവിന്റെ നാമത്തിൽ നന്മയെ സ്വീകരിക്കുന്നു പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക നന്മയെ ഞാൻ സ്വീകരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം ഞാൻ സ്വീകരിക്കുന്നു. ഇന്ന് ഹൃദയം വിട്ടുകൊടുത്തേ. ഇന്ന് ഹൃദയത്തെ വിട്ടുകൊടുത്തേ. ഇന്ന് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ മാനിക്കും. കർത്താവ് നിങ്ങളെ ഉയർത്തും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ ഒതുക്കി കളയത്തില്ല. സകലത്തെ നിങ്ങൾ ചാടിക്കടക്കും. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവര്, ഏകാന്തത അനുഭവിക്കുന്നത്, ഓ എന്റെ സിസ്റ്ററെ എനിക്ക് ചില സമയത്ത് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നുക, ഈ ഒറ്റപ്പെടലിൽ എന്നെ തിന്നുകളെന്ന് പറയുന്നവർ എന്നെ കേൾക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഐ സ്പീക്ക് ദ പീസ് ഓഫ് ജീസസ് ബി അപ്പോൺ യു. യേശു ക്രിസ്തുവിന്റെ സമാധാനത്തെ ഞാൻ ഇപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സമാധാനത്തെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ടച്ച് their heart, ഹോളി സ്പിരിറ്റ്. ഓ ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സന്തോഷം വ്യാപരിക്കട്ടെ. കർത്താവിനുള്ള സൗഖ്യം വ്യാപരിക്കട്ടെ. ആ കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവട്ടെ. കുടുംബ ജീവിതത്തിലെ കർത്താവേ, എവരി ഡിവിഷൻ സ്പിരിറ്റ് കർത്താവേ, ഐക്യതയെ കെടുത്തുന്ന ദുഷ്ടാത്മ പ്രവർത്തികളെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കുടുംബ ജീവിതങ്ങളിൽ നിന്ന് യേശുവിന്റെ സ്നേഹത്താൽ ഒരുമിക്കപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. തെറ്റിദ്ധാരണകളിട്ട്, മിസ്അണ്ടർസ്റ്റാൻഡിംഗുകളിട്ട് കുടുംബത്തിലെ കലഹങ്ങളെ ഉണ്ടാക്കാൻ നോക്കുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങളെ ഐ ബ്രേക്ക് ഇറ്റ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്.
കർത്താവ് ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ മക്കളെ പരിശുദ്ധാത്മാവേ അങ്ങ് സ്പർശിക്കണമേ. ഓ അങ്ങയുടെ സമാധാനം നിറയട്ടെ, അങ്ങയുടെ സന്തോഷം നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളുടെ കണ്ണുകളെ, ഞങ്ങളുടെ ചെവികളെ, ഞങ്ങളുടെ വായുകളെ ഇന്ന് പ്രൊട്ടക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവഹിതമല്ലാത്ത വ്യക്തികൾ, ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകൾ, ദൈവഹിതമല്ലാത്ത ഈ സകലത്തെയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എന്റെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതിയിലേക്ക് പൂർണ്ണമായി കടന്നു വരാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. In the name of Jesus, in the name of Jesus, in the name of Jesus, hallelujah. Oh, shatarahasiya tarahasiya tarahasiya ragana lirusiya teleka marusha ziyate baba baba baba. Oh, thank you Holy Spirit, thank you Holy Spirit. കർത്താവേ, ഓ ഇന്ന് ദൈവം സ്പർശിക്കുകയാട്ടോ, ഇന്ന് പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ സ്പർശിക്കുക യേശുവിന്റെ നാമത്തിൽ. ലബറൂസിയ കെനേകറബന ഇന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇന്ന് വരെ കാണാത്ത, ഹല്ലേലൂയ, വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ആ വിഷയങ്ങൾക്കകത്ത് ഇന്ന് കർത്താവ് ചെയ്യുക. ഓ ഇന്ന് അത്ഭുതത്തെ ചെയ്യുക. ഇന്ന് കർത്താവ് അത് ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചാൽ മതി. കർത്താവ് പറയുന്നു, ഓ നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മൾ ഇടപെട്ടതുപോലെ നമ്മൾ കേൾക്കുന്ന വചനങ്ങളെ നമ്മൾ സൂക്ഷിക്കുന്നവരായി തീരണം. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമാണ് അതിൽ നിന്ന് ജീവനെ ഒഴുകത്തുള്ളൂ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു കാര്യമല്ല, പക്ഷെ കർത്താവ് പെട്ടെന്ന് തന്നെ ഒരു വചനത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ എൻ്റെ കൂടെ ഒന്ന് വായിക്കാൻ ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ്. ഒരാളൊന്ന് പെട്ടെന്ന് വായിച്ചു. 1 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 16-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. വായിക്കാൻ പറ്റുന്നുണ്ടോ? 1 ശമൂവേൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ ചെയ്തുതരാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. 1 ശമൂവേൽ 16-ാം അധ്യായം 7. യഹോവ ശമൂവേലിനോട്, ആ അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് പോലെ നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ആമേൻ, ആമേൻ. ഒരൊറ്റ ഒരു കാര്യം പറയാൻ ഞാൻ പ്രാർത്ഥിച്ചത് ഹൃദയത്തിൽ എനിക്ക് വചനം വന്നാണ്. ഹല്ലേലൂയ. നിങ്ങള് മനുഷ്യര് തള്ളിക്കളഞ്ഞ് കുറച്ച് പേര് എന്നെ കേൾക്കുന്നുണ്ട്. ശ്രദ്ധിച്ചേട്ടോ. എനിക്കറിയത്തില്ല ഇത് ആർക്കാ സ്വീകരിക്കേണ്ടത്, പക്ഷെ നിങ്ങളോടാ കർത്താവ് സംസാരിക്കുന്നേ. മനുഷ്യര് നിങ്ങളെ തള്ളിക്കളഞ്ഞു. നിങ്ങളുടെ മുഖം നോക്കി, നിങ്ങളുടെ പൊക്കം നോക്കി, നിങ്ങളുടെ സാഹചര്യം നോക്കി, നിങ്ങളുടെ സാമ്പത്തികം നോക്കി, നിങ്ങളുടെ കുടുംബത്തെ നോക്കി നിങ്ങളെ തള്ളിക്കളഞ്ഞ എന്നെ ആരോ എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവരോടാ നിങ്ങൾ പറയുന്നത്. കർത്താവ് പറയുന്നത് യഹോവയെ ഹൃദയത്തെ നോക്കുന്നു. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവേ ഹൃദയത്തെ നോക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലെ നന്മ കണ്ടൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ഹൃദയം കണ്ടൊരു നല്ലൊരു അപ്പൻ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നിങ്ങളുടെ നന്മേനെ അവർക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ കർത്താവെ ഞാൻ എന്ത് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ ഇത്രയും നന്മ ചെയ്തിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ കർത്താവെ. എന്നാ യേശു നിങ്ങളോട് പറയാ, മകളെ ഞാൻ നിന്നെ മനസ്സിലാക്കുന്നുണ്ട്, നീ എൻ്റെ മകളാണെന്ന് സ്വർഗത്തിലെ അപ്പൻ മുഖാന്തരം തെളിയിച്ചിരിക്കും. എത്ര പേര് ആമേൻ പറയും? ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ഞാൻ പറയും ഇന്ന് റിജക്ഷൻ അനുഭവിച്ചത് എന്നെ കേൾക്കുന്നേ. റിജക്ട് ചെയ്ത നിങ്ങളെ ഈ ലോകം നിങ്ങളെ റിജക്ട് ചെയ്തു. പലരുടെ പേരില്, കളറിന്റെ പേരില്, പേരിന്റെ പേരില്, കുടുംബത്തിന്റെ പേരില്, രോഗത്തിന് ഒരു ആരോഗ്യമില്ല, സൗന്ദര്യമില്ല, പൊക്കമില്ല, നിങ്ങളെ റിജക്ട് ചെയ്തില്ലെങ്കിൽ കർത്താവ് എന്ന് പറയും, ഞാൻ നിന്നെ ചൂസ് ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ ചൂസ് ചെയ്തിരിക്കുന്നു. ഓ ഹല്ലേലൂയ. ഇന്ന് പറ, ആരൊക്കെ എന്നെ തള്ളിക്കോട്ടെ, ഇന്ന് എന്റെ അപ്പൻ, എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അന്ന് വചനം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി തന്ന അവൻ മുഖാന്തരം സകലം നൽകാതിരിക്കുമോ? സ്വർഗത്തിലെ അപ്പൻ സ്വപുത്രനായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് എന്തിനു വേണ്ടിട്ട് തള്ളിക്കളഞ്ഞെന്നറിയോ? നിങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കാനാ. ഇന്ന് ആ കർത്താവ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്. ഇന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മ എന്ന് പറയുക, ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ ആർ നിനക്ക് പ്രതികൂലം നിൽക്കുമെന്ന്
എന്ന് ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ലോകം തള്ളിക്കളഞ്ഞവളെ, ലോകം തള്ളിക്കളഞ്ഞവനെ, ഇന്ന് കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, കർത്താവ് നിന്നെ ചൂസ് ചെയ്തിരിക്കുന്നു. യേശു നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ യേശു നിന്നെ മാനിക്കും. യേശു നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം മറ്റുള്ളവർ കാണക്ക വിധത്തിൽ നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ട് വരും. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഐ ക്യാൻ ഫീൽ ദ പെയിൻ. എനിക്ക് ആ വേദന എനിക്ക് അനുഭവിക്കാൻ പറ്റും. ആരൊക്കെയോ കടന്നുപോയ ഒരു വേദന. ഓ നന്ദി കർത്താവേ. ഇന്ന് അപ്പ അങ്ങേക്ക് വേണ്ടിയിട്ട്, യേശുവിന് വേണ്ടിയിട്ട് വേദന സഹിച്ചവരുണ്ട്, യേശുവിന് വേണ്ടിയിട്ട് നിന്ദ സഹിച്ചവരുണ്ട്, യേശുവിന് വേണ്ടിയിട്ട് കണ്ണു നിറഞ്ഞിരുന്ന മുറിയിലിരുന്ന് കരഞ്ഞവരുണ്ട്. എന്നാൽ ആരും കണ്ടില്ലെന്ന് ഓർത്ത് കാണും. എന്നല്ലേ എന്റെ കർത്താവ് കണ്ടിട്ടുണ്ട്. എന്റെ കണ്ണുനീര് കർത്താവ് കണ്ടിട്ടുണ്ട്. ആ കണ്ണുനീര് കണ്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിന്നെ നിന്ദിച്ചവരുടെ മധ്യ നിന്നെ മാനിക്കുന്ന ഒരു നല്ല അപ്പൻ. ഓ എന്ന് പറഞ്ഞ് എന്റെ ശത്രുക്കളുടെ മുമ്പിൽ, എന്റെ തല കുടിച്ചവരുടെ മുമ്പിൽ എന്റെ അപ്പൻ എന്റെ തലയെ ഉയർത്തും. ഓ നിങ്ങൾ അറിയാൻ പോയി, നിങ്ങള് ഓ ഇവിടെ ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ അവർ കരയാൻ പോവാ, അവർ വിഷമിക്കാൻ പോവാ, അവര് നശിച്ചു പോകുന്നല്ല പറയുന്നത്. പക്ഷെ they will come to a realization. അവരും ഒരു തിരിച്ചറിവിലേക്ക് വരും. അവര് ദൈവത്തിന്റെ മകൾ, അവർ യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ മകനാണ് പറയിക്കുന്ന വിധത്തില് നിങ്ങളെ നോക്കി ദൈവം ചിലർ സാക്ഷ്യം പറയാൻ പോകുക. ഇന്ന് വിശ്വസിക്കുന്ന ഏറ്റെടുത്തേ, അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ചേ. ഓ ഓ മനുഷ്യരോ, ഞാൻ ഒന്നോടെ വചനം വായിക്കുക. ഹല്ലേലൂയ. അവന്റെ പൊക്കമോ മുഖമോ കർത്താവ് നോക്കിയില്ല. ഓ മനുഷ്യർ അവനെ തള്ളിക്കളഞ്ഞു. ഓ മനുഷ്യന് കണ്ണിനുള്ളത് കാണുന്നു, യഹോവയെ ഹൃദയത്തെ നോക്കുന്നു. നിന്റെ ഹൃദയത്തെ നന്മ കാണുന്ന നല്ല ദൈവം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നിന്നെ തെരഞ്ഞെടുക്കുന്ന ആ കുടുംബത്തിനകത്ത് ഇന്ന് തെരഞ്ഞ് വിളിച്ച് വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഓ നിങ്ങൾ മുഖാന്തരം തന്നെ ആ കുടുംബത്തെ അനുഗ്രഹിക്കാനാ. എവിടെ തള്ളിക്കളഞ്ഞോ അവിടെ തന്നെ നിങ്ങൾ മുഖാന്തരം മാനിക്കപ്പെടാനാ. നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നിങ്ങളുടെ ഹൃദയം തകർന്നു പോകാൻ സമ്മതിക്കുകയില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എന്റെ പ്രിയമക്കൾ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാണ്. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അവരുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ എന്താണോ, അവരുടെ ഹൃദയത്തിലെ ആവശ്യങ്ങൾ എന്താണോ, ഹൃദയങ്ങളെ മാത്രം നോക്കുന്ന നല്ലൊരപ്പ. ഓ അങ്ങനെ ചെയ്തനായി നന്ദി കർത്താവേ. I release every blessing upon them in the name of Jesus. അവരുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന സകല ദുഷ്ടന്റെ പ്രവർത്തികളെയും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ. I cancel every wicked plans of the enemy in the mighty name of Jesus. കുടുംബത്തിന്റെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, സമൂഹത്തിന്റെ മേൽ കർത്താവേ, അവരുടെ സാമ്പത്തിക മണ്ഡലങ്ങളുടെ മേൽ, ജോലി മേഖലയിലെ സകല തടസ്സങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പ്രകാരം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തന്നിച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. യെസ്, യേശുവിന്റെ സമാധാനം നമ്മുടെ കൂടെയുണ്ട്. യേശുവിന്റെ സൗഖ്യത്തിന് നിങ്ങൾ അവകാശികളായി ഇന്ന് പ്രാർത്ഥിച്ചേ. രോഗമുള്ളവര് പ്രാർത്ഥിച്ചേ. യേശുവേ, ആ സൗഖ്യത്തെ ഞാൻ ഏറ്റെടുക്കുന്നപ്പ. അങ്ങ് ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ അറിയുന്നു. ആ സൗഖ്യത്തെ, യേശു ക്രിസ്തുവിന്റെ അടിപ്പെട്ടുള്ള സൗഖ്യത്തെ ഞാൻ അതിന് അവകാശമായി എടുക്കുന്നു പറഞ്ഞാൽ ഇന്ന് കരങ്ങൾ വെച്ചോട്ടെ. എവിടെയാ വേദന കൈവച്ചോട്ടെ. ഇന്ന് ഹൃദയത്തിലെ ഭാരമില്ല കാരപ്പെടുത്ത് ഹൃദയത്തിൽ വെച്ചോട്ടെ. യേശു നിങ്ങളെ മാനിക്കും, യേശു നിങ്ങളെ വിടുവിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ ഇന്ന് കരങ്ങിയ കണ്ണുകളെ കർത്താവ് കാണുന്നുണ്ട്, കരഞ്ഞ് ഹൃദയങ്ങളെ കർത്താവ് കാണുന്നുണ്ട്. ദൈവം നിങ്ങളെ മാനിക്കും കേട്ടോ, ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങളെ ഉയർത്തിയില്ലെങ്കിൽ, നിങ്ങളെ അനുഗ്രഹിച്ചില്ലേ കർത്താവ് ആരെ അനുഗ്രഹിക്കട്ടെ. ഓ യേശുവിനെ വിളിച്ച് അപേക്ഷിക്കുന്ന ആരൊക്കെയും അവരൊക്കെ രക്ഷ പ്രാപിക്കും, അവരൊക്കെയും അനുഗ്രഹിക്കപ്പെടും, അവരൊക്കെ മാനിക്കും. ഓ നിങ്ങളെ മാനിച്ചിട്ടല്ലാതെ അനുഗ്രഹിക്കാത്ത കർത്താവ് ഓ വിശ്രമിക്കത്തില്ല. ഹല്ലേലൂയ. കാര്യം നിങ്ങൾ മനുഷ്യരെ ആശ്രയിച്ചില്ല, മനുഷ്യരെ നിങ്ങൾ ആശ്രയിച്ചില്ല, നിങ്ങൾ ആശ്രയിച്ചത് യേശുവിനെയാ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഓ നല്ല അപ്പനെ ഞങ്ങളങ്ങെ വാഴ്ത്തുന്നപ്പ. ഓ
Thank you, Lord Jesus. Thank you, Lord Jesus. Hallelujah. ഇന്നെല്ലാ തെറ്റിദ്ധാരണകളും മാറട്ടെ. സകല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങൾ വ്യക്തികൾ തമ്മിലുള്ളത് കർത്താവെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളത്, മക്കളുമായിട്ടുള്ള കർത്താവെ എല്ലാ സ്വരച്ചർച്ചകളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ചോട്ടെ, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. യേശു നിങ്ങളെ തൊടും, യേശു നിങ്ങളെ തൊടും. In the mighty name of Jesus, I take authority over every sickness in the name of Jesus. ചെവികൾ സൗഖ്യമാകട്ടെ, ചെവികൾ മൂടുന്ന അവസ്ഥകൾ സൗഖ്യമാകട്ടെ. In the name of Jesus, ഉച്ചമുള്ളം കാൽവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ അവർ അനുഭവിക്കട്ടെ. ആ സൗഖ്യം അവർ അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. In the mighty name of Jesus. Oh la bara baba baba lenarasia kashazia teri kalabazuro kujagazia regana riteleke zia telisha hazia regana. In the mighty name of Jesus, in the mighty name of Jesus. Hallelujah. ഇന്ന് മുടന്ന തുള്ളട്ടെ, ഊമൻ സംസാരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. Hallelujah. സകല രോഗത്തിന് മേലായ നാമം യേശുവിന്റെ നാമമാ. ഇന്ന് പറഞ്ഞിട്ടെ, നിങ്ങൾക്ക് ഏത് രോഗമാണെങ്കിൽ ആ രോഗത്തെ നോക്കി പറഞ്ഞിട്ടേ, രോഗമേ നിന്റെ മുകളിൽ എന്റെ യേശുവിന്റെ നാമം. അതുകൊണ്ട് ഞാൻ കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. In the name of Jesus എന്ന് കൽപ്പിച്ചാട്ടെ. യേശുവിന്റെ നാമം സകല നാമത്തിലും മേലായ നാമമാണ്. ഒരു രോഗവും യേശുവിന്റെ മുമ്പിൽ വാഴത്തില്ല. സകല രോഗത്തെ കർത്താവ് ക്രൂശിൽ തകർത്തത്, അതിന്റെ ശക്തിയെ കർത്താവ് ക്രൂശിൽ തകർത്തത്. In the name of Jesus. കർത്താവിന്റെ പ്രിയമക്കൾ ഏത് ഭാരത്താൽ വന്നോ, ഇന്ന് നിറവ് ആ ഭാരം അവിടുന്ന് പൂർണ്ണമായി മാറിയിരിക്കുക. ആ ഭാരം ഇനി വാഴത്തില്ല. അവരുടെ ചിന്തകളിൽ, അവരുടെ ഹൃദയത്തിൽ ഇനി വാഴത്തില്ല. യേശുവിന്റെ നാമത്തിൽ പ്രിയമക്കളെ ഞാൻ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, അങ്ങയുടെ വചനം പറയുന്ന പോലെ തന്നെ. ഹല്ലേലൂയ. ഓ ദൈവത്തെ കാത്തിരിക്കുന്നവരുടെ ശക്തിയെ പുതുക്കും. ഓ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും താഴോട്ട് പോകത്തില്ല. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. സകല മേഖലയിലും ഉയർത്തപ്പെടും, മാനിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹത്തെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. In the mighty name of Jesus. ഇനി നിങ്ങൾ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചവര്, മുഖത്ത് നോക്കി വെല്ലുവിളിച്ചവര്, ഹല്ലേലൂയ, അവർ ലജ്ജിക്കാൻ പോകുക. നിങ്ങളുടെ തല ദൈവം ഉയർത്താൻ പോകുക. ഇന്നെ വെല്ലുവിളി നിങ്ങളുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച അനുഭവങ്ങൾ, അങ്ങനെ ഒരു മേഖലയിലൂടെ കടന്നുപോയ വ്യക്തി യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ തെളിയിക്കാൻ പോവുക. യു ആർ മൈ ഡോട്ടർ, യു ആർ മൈ സൺ. നീ എന്റെ മകനാണ്, മകളാണെന്ന് കർത്താവ് സ്വർഗ്ഗം നിങ്ങൾ തെളിയിക്കുന്ന സമയം. In the mighty name of Jesus, in the mighty name of Jesus. Hallelujah. Oh, thank you Holy Spirit, thank you Holy Spirit, thank you Holy Spirit. അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഉണ്ടപ്പാ. Thank you Jesus. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടപ്പാ. Thank you Jesus. Oh sheteri kabalusi kalabarabana rina bashukula hasiaragana liparusi karadabana. Oh, I release the power, Lord. I release the anointing of peace. I release the anointing of the mighty joy in the name of Jesus. Touch them more, touch them more. Release that, Lord. Hallelujah. Release the healing in the name of Jesus. I release the mighty peace upon them. Hallelujah. Oh minkirina kasaha shahalahasi limarusha kasiateri kababa baba ruta barusha kasiateri karahasiya dagana rita labana. Oh ഹൃദയത്തിനകത്ത് ചിന്തകളെ കെട്ടി പിശാചുകളുടെ സകല കെട്ടുകളെ, നുണകളുടെ കെട്ടുകളെ, കൂമ്പാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Let the holy fire of the God consume it in the name of Jesus. ജഡത്തിന്റെ ചിന്തകൾ, ജഡത്തിന്റെ പ്രവൃത്തികൾ, ദൈവത്തിന്റെ പരിചരണത്തിന് വിരുദ്ധമായി നിൽക്കുന്ന സകല കോട്ടകളും യേശുവിന്റെ നാമത്തിൽ let it be consumed by the fire of the God right now in the name of Jesus. Oh, thank you Jesus, thank you Jesus. ഓ അങ്ങയുടെ നിറസാന്നിധ്യത്തിന് നന്ദി കർത്താവേ, അങ്ങയുടെ നിറസാന്നിധ്യത്തിന് നന്ദി കർത്താവേ. ഇന്ന് ഹൃദയങ്ങളെ സ്പർശിച്ച് നന്ദി കർത്താവേ, അങ്ങയുടെ സൗഖ്യങ്ങൾക്കായി നന്ദി കർത്താവേ. ഓ നിങ്ങളൊന്ന് വിട്ടുകൊടുത്തേ. കർത്താവ് നിങ്ങളുടെ നടുവിലുണ്ടല്ലോ, കർത്താവ് നമ്മുടെ നടുവിലുണ്ടല്ലോ. ഒന്ന് വിളിച്ചേ, അപ്പാ അങ്ങ് എന്റെ കൂടെ ഉണ്ടല്ലോ കർത്താവേ. ഞാൻ പലപ്പോഴും അങ്ങ് കാണാതെ പോയപ്പോഴും കർത്താവേ അങ്ങ് എന്നെ കളഞ്ഞില്ലപ്പാ.
യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓ ഷഠലകസിയാരകന. I could feel the presence of the God. Hallelujah. ഓ ദൈവത്തിന്റെ സാന്നിധ്യം, അസാധാരണമായ ഒരു സാന്നിധ്യം ഞാൻ അനുഭവിക്കുക. ഓ താങ്ക് യു ജീസസ്. ചില ഹൃദയങ്ങൾ സൗഖ്യമാകുക, ചില ഹൃദയങ്ങളെ മനുഷ്യന് കാണാൻ പറ്റാത്ത മുറിവുകളുള്ള ഹൃദയങ്ങൾ എന്ന് കർത്താവ് സൗഖ്യമാക്കുക. ഓ ലോർഡ് ജീസസ്. ഓ താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ് ഫോർ യുവർ പ്രസൻസ് ലോർഡ്. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ പൂർണ്ണമായി വിട്ടു തരും അപ്പ. താങ്ക് യു ജീസസ്. ഓ ഹല്ലേലൂയ. ഹബസിക നിരുഷികല ഹദറഹസിയ തേരബ. ഓ ഹലബുറുഷ ഹസിയാരകനെ. ഓ രാരാരാ ശരരരര ലിരുസി അറ്റിരിരരരര. ഓ ശരരരര ശരരരര ലിദിരി ബസിയ ശഗസിയ തിരരര സല ഖറുഷഗസിയാരകന കശതലി കറസിയ തിരെ ബാബാ ബാബാ. ഓ ശതരഹസിയാരബ. ഞാൻ ഒരു നിമിഷം ഒന്ന് മ്യൂട്ട് ചെയ്യുക കേട്ടോ. ഹാലലി. വേറെ ഒന്നിനുമല്ല, നിങ്ങൾ ഒരു നിമിഷം, നിങ്ങളൊന്ന് അല്പസമയം നിങ്ങൾ ദൈവശബ്ദത്തിന് വേണ്ടി നിങ്ങളൊന്ന് ചെവി കൊടുത്തേ. ഉറാസി ഖാനഹറപ്പന. ഹൃദയത്തിൽ കർത്താവ് ഇടപെടും. ഇപ്പോൾ കർത്താവ് ഇടപെടും. ഹാലലൂയ. ചില വ്യക്തികളോട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തോന്നലായിട്ടായിരിക്കാൻ പറ്റുന്നത്, പക്ഷെ യു വിൽ ഫീൽ ദാറ്റ് യുവർ ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു യു. എനിക്ക് നിർത്താൻ പറ്റാത്ത പോലെ ഒരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുക. പക്ഷെ സമയത്തിന്റെ പരിമിതി ഉണ്ടല്ലോ. താങ്ക് യു ജീസസ്. ഇന്ന് കണ്ണുകൾ അടച്ച് ഇന്ന് കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടപെടുക. ചിലപ്പോൾ ഒരു വചനമായിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു വാക്കായിട്ടായിരിക്കാം, ചിലപ്പോൾ ഭയങ്കര പ്രസൻസ് ആയിട്ടായിരിക്കാം. ഗോഡ് ഈസ് ടച്ചിങ് യു. ഓ സറ്റലി മറൂസിയ ടെരി ഷെഡലൂസിയ കറമസിയാരകന. Let them experience that love, Lord. Let them experience that you are with them. Thank you, Jesus. Oh, Lord Jesus, thank you. Thank you, Father. Thank you, Holy Spirit. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് ഇടപെടും. ഹല്ലേലൂയ. മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഒരൊറ്റൊരു വാക്ക്. ഓ ഹല്ലേലൂയ. ചില കാഴ്ചകൾ കാണും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. റാസി ടെറൂഷഗസി ടെരി ബാഷൂസിയാരെ. മിനി സിസ്റ്റർ, ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓ ടലാസിയ കലബറ. ഫ്രീ ആവട്ടെ, പ്രിയങ്ങൾ ഫ്രീ ആവട്ടെ യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവ്, ഇതൊരു ചെറിയൊരു കൂട്ടായ്മയല്ല കർത്താവ്. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ പൂർണ്ണമായ ഹൃദയത്തെ വിട്ടുകൊടുത്ത് ഒരു മനസ്സോടെ ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടമാണപ്പ. ഓ താങ്ക് യു ജീസസ്. ഞാൻ ഈ കൂട്ടായ്മനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. I bless them all in the name of Jesus. Thank you, Jesus. In the name of Jesus. Thank you, thank you. ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും സാക്ഷ്യങ്ങളോ അനുഭവങ്ങളോ പങ്കുവെക്കാനുണ്ടെങ്കിൽ നമുക്ക് ചുരുങ്ങിയ ഒരു 5 മിനിറ്റ് ഉണ്ട്. നമ്മള് ചുരുങ്ങിയ ഒരു സമയത്തിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒരാള് പറഞ്ഞു. പറഞ്ഞു. ആരാ സംസാരിക്കുന്നേ? പറഞ്ഞു. എനിക്ക് ഒത്തിരി സമാധാനമായി, ഒരുപാട് സമാധാനം. പരിശുദ്ധാത്മാവെന്നെ തൊട്ട് എനിക്ക് തീ കത്തി എന്റെ ദേഹത്തെല്ലാം ചൂട് പിടിച്ച്. നമ്മുടെ കൊല്ലത്ത് അവിടുത്തെ മീറ്റിംഗ് തീർന്നു കഴിഞ്ഞപ്പോൾ അവിടെ ദൈവസാന്നിധ്യം ഏറ്റവും കൂടുതൽ അവിടെ ആയിരുന്നു. മീറ്റിംഗ് തീർന്നു കഴിഞ്ഞപ്പോഴായിരുന്നു. അതുപോലത്തെ അത്ഭുതം ഇപ്പൊ എനിക്കുണ്ടായി. ഞാൻ ആകെപ്പാടങ്ങ് തകർന്നിരിക്കുവായിരുന്നു. എനിക്ക് ഒരുപാട് എന്റെ തലയിൽ വന്ന് തൊടുന്നതായിട്ടൊക്കെ എനിക്കങ്ങ് തോന്നി. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോ എനിക്ക് ഒത്തിരി അനുഗ്രഹം വന്നു. എന്റെ ഭാരമെല്ലാം മാറിപ്പോയി. ആമേൻ, ആമേൻ. അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു എന്താ പറയാ, നമുക്ക് നന്നായിട്ട് പ്രസംഗിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി നമുക്ക് കുറെ മോട്ടിവേഷൻ കിട്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരത്തെ മാറ്റാൻ യേശുവിന് മാത്രമേ പറ്റത്തുള്ളൂ. കർത്താവ് കൂടെയുണ്ട് സിസ്റ്ററെ. കർത്താവ് മാനിക്കും കേട്ടോ. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഈ മീറ്റിംഗ് നിർത്തണമെന്നില്ല. എനിക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. അടുത്ത ആരാത്? ഷൈനി സിസ്റ്റർ പറഞ്ഞേ. ഷൈനി സിസ്റ്റർ പറഞ്ഞേ. ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. വിഷമത്തിലാ സിസ്റ്റർ. എന്റെ കമ്മല് കാണാതെ പോയി സിസ്റ്റർ. ഒന്ന് പ്രാർത്ഥിക്കും, ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി. തീർച്ചയായിട്ടും കർത്താവ് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന. കർത്താവ് ഇന്നൊരു അത്ഭുതം ഉണ്ടാകട്ടെ.
ഇന്നൊരു അത്ഭുതം ഉണ്ടാവട്ടെ. യേശുവിന്റെ നാമത്തിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. താങ്ക് യു. ആ, സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ പറയണേ. ആ, ആരാത്? നിങ്ങൾ സാക്ഷ്യങ്ങൾ പറയണം. ദയവ് ചെയ്ത് നമുക്ക് സമയങ്ങൾ കുറവാണ്. നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങള് ദൈവം ഓൾറെഡി നിങ്ങൾ പ്രാർത്ഥിച്ചില്ല. കർത്താവ് അത് അത്ഭുതമാക്കി തീർക്ക്. സാക്ഷ്യങ്ങളുണ്ടോ? പേര് പറയാവോ? ആ, പറഞ്ഞോ, പേര് പറഞ്ഞേ. എന്റെ പേര് ഉഷ എന്നാണ്. ആ, ഓക്കെ, ഉഷ സിസ്റ്റർ. ആ, കൈ വേദന മാറി. ഇപ്പൊ കൈക്ക് ഭയങ്കര വേദനയുണ്ടായിരുന്നു, ഇപ്പൊ മാറി. പിന്നെ എന്റെ മോൻ അങ്ങ് ഭയങ്കരമായിട്ട് മദ്യപിച്ചിരിക്കുവായിരുന്നു. ഇന്ന് എനിക്ക് ഒത്തിരി ഭാരത്തോടെ ഞാൻ ഇന്ന് കരഞ്ഞായിരുന്നു പ്രാർത്ഥിച്ച്. എനിക്കൊരു സമാധാനം കിട്ടിയിട്ടുണ്ട്. സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം എന്റെ മോന് വേണ്ടി, എന്റെ ഭർത്താവിന് വേണ്ടി. ഭയങ്കര മദ്യപാനമാണ് അവര്. കർത്താവ് ഒരു തൊടും സിസ്റ്ററെ. ദൈവം ഇന്ന് ഇടപെട്ട പോലെ തന്നെ കർത്താവ് അത് തൊടും. തക്ക സമയത്ത് അത്ഭുതത്തെ കാണും കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. വേറെ ആരുള്ളേ? നാരായണ. ഓക്കെ, നാരായണ സിസ്റ്റർ പറഞ്ഞു. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് അവസരം തരാവേ. ആ, പറഞ്ഞു സിസ്റ്ററെ. മകന്റെ ഡൈവേഴ്സിന്റെ ഒരു ഇതായിരുന്നു, കേസ് നടക്കുവാണ്. അപ്പം ഫെബ്രുവരി 16 വിളിച്ചിട്ടുണ്ട് കോടതി. കോടതി കോയമ്പത്തൂരാണ് സംഭവം നടക്കേണ്ടത്. മകൻ അങ്ങനെ ഡിപ്രസ് ആയിട്ടുള്ളത്. സിസ്റ്റർ ഒന്ന് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിനെ സന്ദർശിക്കുക സിസ്റ്ററെ. സിസ്റ്റർ ഈ ദിവസങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. കർത്താവിന്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാവും. ശൗലിനെ പൗലോസാക്കിയതുപോലെ തന്നെ കർത്താവ് അവിടെ ഇടപെടും. വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട. വലിയൊരു എൻകൗണ്ടർ കർത്താവ് അത് ചെയ്യും. നമ്മൾ പ്രാർത്ഥന മുറി ഇരിക്കുമ്പോൾ കർത്താവിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങും കേട്ടോ. അത്ഭുതം. ആ, ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഹലോ സിസ്റ്ററെ, ഞാൻ ബെറ്റ്സിയാണ്. ആ, ബെറ്റ് സിസ്റ്റർ പറഞ്ഞു. പ്രാർത്ഥന ഇരുന്നപ്പോ എനിക്ക് ഒത്തിരി അനുഗ്രഹം, എന്തൊക്കെയോ ശക്തികൾ എനിക്ക് കിട്ടിയതുപോലെ തോന്നി. ഒരു വിഷയം, ഒരു വസ്തുവിന്റെ ഒരു 23 വർഷം കൊണ്ട് ഞങ്ങൾ അതിനു വേണ്ടി നടക്കുകയാണ്. കർത്താവിന് ഇടപെട്ട പോലല്ലേ സിസ്റ്ററെ? എന്താ പറഞ്ഞേ, കുറെ നാളുകളായിട്ട് നടക്കാതിരുന്ന വിഷയങ്ങൾക്ക് ദൈവം അത്ഭുതം ചെയ്യുന്നതാണ്. സിസ്റ്റർ വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് അത്ഭുതം ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ഇടയിൽ വിളിച്ചിരുന്നു നാളെ പോണമെന്ന് പറഞ്ഞിട്ട് വസ്തു കാണാൻ. ആമേൻ. അത് അത്ഭുതമായിട്ട് മാറും, സാക്ഷ്യമായി തീർക്കും കേട്ടോ. കർത്താവ് അത്ഭുതം ചെയ്യും. ആമേൻ. പറയണം, കർത്താവ് അത്ഭുതം ചെയ്യുന്നു പറയണം. നമ്മളെന്ന് കേട്ട പോലെ തന്നെ കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ആരാത്? ആ, ഷുഗർ. പേര് പറയാവോ? മേരി സിസ്റ്റർ. ഓക്കെ, 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 പറഞ്ഞു. എന്റെ അവളുടെ പേര്. സിസ്റ്ററിന് ഹസ്ബൻഡ് മരിച്ചുപോയി. ഇപ്പൊ 2 മാസമായി. അപ്പൊ അവരുടെ ജപ്തിസ് വന്നിരിക്കുക സിസ്റ്റർ. ഭയങ്കര പ്രയാസം സാമ്പത്തികമായിട്ടും. അവരവരുടെ അമ്മച്ചും മകളും മാത്രമേ ഉള്ളൂ. അമ്മയും മോളും മരുമോളും മാത്രമേ ഉള്ളൂ വീട്ടില്. വേറെ കുഞ്ഞുങ്ങളോ മറ്റാരും ഇല്ല. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഭയങ്കര തകർന്ന ഒരു അവസ്ഥയാണ്. പുള്ളിക്കാരിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ആത്മാർത്ഥം. സിസ്റ്ററെ, നമ്മൾ പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം ചെയ്യും. കർത്താവ് അവിടെ അത്ഭുതം ചെയ്യും പറഞ്ഞിട്ടെ. എന്റെ യേശു അവരുടെ മേലെ അത്ഭുതം ചെയ്യുന്നു പറഞ്ഞേ. സിസ്റ്റർ പറഞ്ഞേ. നിങ്ങൾ പറയുമ്പോ നമ്മൾ അത്ഭുതമാ. ആമേൻ, 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 ആമേൻ. സിസ്റ്റർ സ്വോത്രം. ഗോഡ് ബ്ലെസ് യു. സാക്ഷ്യങ്ങളുണ്ടോ? ഓക്കെ, സുജിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ആ, പറഞ്ഞോ. വളരെ ഇന്ന് പറഞ്ഞ മെസ്സേജ് മൊത്തം എനിക്കുള്ളതാണ് സിസ്റ്റർ. ആ പറഞ്ഞതെല്ലാം ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. സിസ്റ്റർക്ക് അറിയാലോ, ഒറ്റയ്ക്കാണ് ഇപ്പോഴും. അപ്പോ ആ മെസ്സേജ് എല്ലാം എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഞാൻ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ദൈവസാന്നിധ്യമായിരുന്നു. അതുപോലെ കഴിഞ്ഞ അവിടുത്തെ മീറ്റിംഗിൽ ഒരു തീകോളത്തിരിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. കുറെ കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് ഭയങ്കര തണുപ്പായി, ഒരു മഞ്ഞുകട്ട പോലെ. പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഹോളി ഓഫർ എല്ലാം കിട്ടി അവിടെ നിന്ന്. അതുപോലെ ദൈവസ്ഥാനം നിറഞ്ഞ് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനായിരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്. കർത്താവേ, പ്രിയമോൾക്ക് കൊടുത്ത ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിന്റെ സാന്നിധ്യമാണ് പ്രിയ. നമ്മളൊരു സാന്നിധ്യം അനുഭവിച്ച ആ വിഷയത്തിന് അത് അത്ഭുതമാണ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു സ്ട്രേ. ഗോഡ് ബ്ലെസ് യു. വേറെ ആരെങ്കിലും ഉണ്ടോ? ആ, പറഞ്ഞു. മിനി സിസ്റ്റർ ആണോ അത്? മിനി ജോസ്. ഓക്കെ, പറഞ്ഞു. വലിയ ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ആമേൻ, ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ നടുവിലുണ്ടല്ലോ. നമുക്ക് ദൈവസാന്നിധ്യം, അഭിഷേകത്തെ അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് കർത്താവിന് മാത്രം തരാൻ പറ്റുന്നതാണ്. മനുഷ്യർക്ക് തരാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് കണ്ടിട്ടുണ്ട്. ദൈവ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.
ഹലോ എന്തോ സബിത. ആരാത്? സബിത സബിശ്രീ പ്രൈസ് ലോർഡ്. പറഞ്ഞോ. എനിക്ക് ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് ആയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്ന ആ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സംസാരിച്ച ആലോചന ഭയങ്കര എനിക്ക് അനുഗ്രഹമായിരുന്നു. ഒരു ദൈവിക സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ കാരണം നമ്മുടെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടി സൂക്ഷിക്കുക എന്നുള്ള വചനം എനിക്ക് ഇന്ന് രാവിലെ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവ് തന്ന അതേ വാക്യം തന്നെയാണ് എനിക്കിന്ന് ദൂതായിട്ട് കേൾക്കാൻ കഴിഞ്ഞത്. എന്തായാലും ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒത്തിരി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന മൂലം ഒത്തിരി എനിക്ക് നടക്കാൻ വാക്കില്ലാണ്ട് കുറച്ചൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട്. ഒത്തിരി വിടുതലുകൾ എനിക്കുണ്ട്. ഞാനത് സൂമിൽ പറയാം, ഒരു ദിവസം സാക്ഷ്യം പറയാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് ഓർപ്പിച്ചല്ലോ, ദൈവം നമുക്ക് തരുന്ന ഹൃദയങ്ങളെ തരുന്ന ആലോചനകൾ നമ്മൾ വീണ്ടും അത് തരുന്നത് വീണ്ടും അത് ഉറപ്പിക്കാനാണ്. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേറെ ആരെങ്കിലും ഉണ്ടോ സാക്ഷ്യങ്ങളായിട്ട്? ആരാ സംസാരിക്കുന്നത്? പേര് സെറീന. ഓക്കെ, സെറീന സിസ്റ്റർ പറഞ്ഞു. സിസ്റ്റർ ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞില്ലേ സിസ്റ്റർ കുറച്ചു നേരം? അപ്പോഴേ എന്റെ ഹൃദയത്തിൽ ആരോ വന്ന് തൊടും പോലെ തൊട്ടിട്ട് എന്റെ സമാധാനം നിനക്ക് തരുന്നു എന്ന് പറയും പോലെ തോന്നി സിസ്റ്റർ എനിക്ക്. ആമേൻ. അതാരാ സിസ്റ്ററെ? പരിശുദ്ധാത്മാവാണ് കേട്ടോ. ആമേൻ, ആമേൻ, ആമേൻ. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ പിന്നെ ദിവസം അതിനെ പറ്റി എടുക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കർത്താവ് സ്പർശിച്ചല്ലോ. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേറെ ആരെങ്കിലും ഉണ്ടോ? സാക്ഷ്യങ്ങളുണ്ടോ? സിസ്റ്ററെ. ഹലോ. സയോന സിസ്റ്റർ. പറഞ്ഞോ. എനിക്ക് ഇപ്പം നല്ല ഭാരമായിരുന്നു മനസ്സിപ്പം പ്രാർത്ഥിച്ചപ്പോ നല്ല ശാന്തത ഉണ്ട് സിസ്റ്ററെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു മോളെ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് സമാധാനം നമുക്ക് തരുന്ന പറഞ്ഞ പോലെ തന്നെ ആ സമാധാനത്തിൽ വാഴണം. നമ്മുടെ അവകാശമാണ് കേട്ടോ. നമ്മുടെ സമാധാനത്തെ കളയുന്ന ഒന്നും നമ്മൾ കേൾക്കണ്ട, പറയണ്ട, കേൾക്കണ്ട. കർത്താവ് നടത്തട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. സാക്ഷ്യം പറഞ്ഞു. ആരാത് സാക്ഷ്യം പറയാന്ന് പറഞ്ഞേ? ശകുന്തളയാണ്. ഓക്കെ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. 2 ദിവസം മുന്നേ ഉണ്ടായതാണ്. ദൈവം പ്രവർത്തിച്ചത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മറ്റേ ബ്രദറിന്റെ മീറ്റിംഗിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല വീട്ടിലെ. അപ്പൊ ഞാനിപ്പോ ആ സാക്ഷ്യം ഞാനിപ്പോ പറയാണ്. 2 ദിവസം മുന്നേ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ചേട്ടന് ആൾക്ക് സ്ട്രോക്ക് വന്നിട്ട് നാവൊക്കെ മരവിച്ചിരിക്കുകയായിരുന്നേ. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ആൾക്ക് നാവുമ്മ കടി കിട്ടി, നാവ് മുറിഞ്ഞുപോയി. മുറിഞ്ഞിട്ട് അപ്പൊ നന്നായി മുറിഞ്ഞ് ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ആവാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ബ്ലഡ് നിക്കണുണ്ടായിരുന്നില്ല. അപ്പൊ ആ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഡോക്ടറെ അടുത്ത് പോയപ്പോ അവര് പറഞ്ഞു ഇത്ര സ്റ്റിച്ച് ഇടണം എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അച്ഛൻ കൊച്ചുങ്ങളില്ല, അവര് 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് അച്ഛൻ എന്റെ വീട്ടില് ഞാൻ മാത്രമേ വിശ്വാസത്തിലുള്ളൂ. എനിക്ക് വീട്ടില് സ്വാതന്ത്ര്യം ഇല്ല. അപ്പൊ എനിക്ക് അവിടേക്ക് പോയി അവരെ പ്രാർത്ഥിക്കാനുള്ള അങ്ങനെ ഇവിടെ ഇരുന്നപ്പോ തന്നെ എനിക്ക് ദൈവം ഇങ്ങനെ അവിടേക്ക് എഴുന്നേറ്റ് പോവാൻ പറഞ്ഞിട്ടുള്ള ഒരു എന്നെ പിടിച്ച് തള്ളുന്ന പോലെയായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഒരു കുപ്പി എടുത്ത് പോയി അവരെ വീട്ടിൽ പോയിട്ട് ഒരു കുപ്പി വെള്ളം എടുത്ത് അതിലൊരു കല്ലുപ്പിട്ട് ഇതൊക്കെ എന്നോട് ദൈവം പറയുന്നത് പോലെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഞാൻ അതെല്ലാം ചെയ്ത് അവരുടെ അടുത്ത് ചെന്ന് നിന്ന് അവരോട് പ്രാർത്ഥിച്ച് ഈ വെള്ളം അവരോട് പറഞ്ഞു നേരം വെളുക്കുന്നവരെ ഈ വെള്ളം കുടിക്കാൻ പറഞ്ഞു. നേരം വെളുത്തപ്പോ ആ മുറിവ് ഉണങ്ങി, അവിടെ ഒരു അടയാളം പോലും ഇല്ല. എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് സാക്ഷ്യം പറയാതെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ആമേൻ. താങ്ക് യു ജീസസ്. കർത്താവെ പ്രിയമകളെ ഉപയോഗിച്ചല്ലോ. കർത്താവെ അങ്ങയുടെ നാമം മഹത്വപ്പെട്ടെ. അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ. താങ്ക് യു ജീസസ്. വേറെ സാക്ഷ്യങ്ങളുണ്ടോ? ഞാൻ ഗിരിജയാണ്. ഗിരിജ സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. നമ്മള് നാളൊരു ദിവസം പ്രാർത്ഥനയിൽ പറഞ്ഞില്ലേ രമണി തിരുവനന്തപുരം ക്യാൻസർ പേഷ്യന്റ് ആണെന്ന്. അവര് ഇപ്പൊ ഒരു മരുന്നും ഒന്നുമില്ല സിസ്റ്റർ. ഇപ്പൊ പൂർണ്ണ ആരോഗ്യത്തോടെ കിടപ്പിലായിരുന്ന വ്യക്തി ഇപ്പൊ എണീറ്റ് നടക്കണോന്ന് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വ്യക്തി പ്രാർത്ഥനയിൽ തിരുവനന്തപുരത്ത് പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ സിസ്റ്റർ വരാൻ പറയണമെന്നാ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും. മോൻ ഡൽഹിക്ക് പോയി, മോള് മധ്യപ്രദേശിലും പോയി. ഇപ്പൊ ഹോംലെറ്റ്സ് ആണ് അവരെ പരിപാലിക്കുന്നത്. ഒരു മരുന്നും ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ആമേൻ. കർത്താവെ കിടപ്പ് രോഗിയായിരുന്നല്ലോ. കർത്താവെ ക്യാൻസർ രോഗത്തിൽ ഭാരപ്പെട്ടാണ് കർത്താവ് കൊടുത്ത വലിയ സൗഖ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി ആരെങ്കിലും സാക്ഷ്യങ്ങളുണ്ടോ? സിസ്റ്ററെ കഴിഞ്ഞ സിസ്റ്ററെ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. കഴിഞ്ഞ ആഴ്ചയില്
എന്റെ മോൾക്ക് ഇതോണം ഛർദിലായിട്ട് 6 മാസം പ്രഗ്നന്റ് ആണ്. അന്നേരം ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴായിരുന്നു ഞാൻ മീറ്റിങ്ങിന് ഓടി വന്ന് കുളിച്ചിട്ട് കയറിയപ്പം ഞാൻ ഇതുകൊണ്ട് പറഞ്ഞു എന്റെ കുഞ്ഞ് വളരെ ഭാരപ്പെടുമായിരുന്നു, രണ്ടാമത്തെയാണ്. അന്നേരം ഛർദിച്ച് കുഞ്ഞിങ്ങനെ കുഴഞ്ഞിരിക്കുമ്പോഴായിരുന്നു ഞാൻ പറഞ്ഞത് അവിടെ അഡ്മിറ്റ് ചെയ്യുമെന്നൊക്കെ ഭയപ്പെട്ട് പോയതാ. പക്ഷെ എന്തോ ദൈവാത്മാവ് ഞങ്ങളെ ഇനി കൂട്ടിക്കൊണ്ട് വന്ന് ഞാൻ സിസ്റ്ററോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ അങ്ങ് പോയി. പിറ്റേന്ന് പരിപൂർണ സുഖമായി. മോളെ ഹസ്ബൻഡിന്റെ വീട്ടിലും പോയി. ദൈവം നടത്തുന്നു. പ്രാർത്ഥനയ്ക്കൊക്കെ ആമേൻ. താങ്ക് യു ജീസസ്. കർത്താവെ, അങ്ങ് കൊടുത്ത പൂർണ്ണ സൗഖ്യത്തിനായി നന്ദി പറയുന്നു കർത്താവെ. എല്ലാവരെയും കർത്താവ് പ്രിയമക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി സാക്ഷ്യങ്ങൾ ഇല്ലെന്ന് വിചാരിക്കുന്ന സമയങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയല്ലോ. കർത്താവിന്റെ നിറസാന്നിധ്യം കൂടെയുണ്ട്. പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച പോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെ ദൈവത്തെ ഹൃദയത്തിൽ നൽകിയ നല്ല വചനങ്ങൾ സൂക്ഷിക്കുക. ദൈവം നിങ്ങൾ എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. അതിന് സാക്ഷ്യമാണോ പറയാൻ മിനി സിസ്റ്റർ ആരെങ്കിലും? സാക്ഷ്യമല്ല, ഈ പ്രയർ വീണ്ടും കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യൂ. അപ്ലോഡ് ചെയ്യാം സിസ്റ്റർ, അപ്ലോഡ് ചെയ്യാം കേട്ടോ, അപ്ലോഡ് ചെയ്യാം. സിസ്റ്റർ, ഇന്ന് രാവിലെ മുതൽ തന്നെ എനിക്കൊരു വചനം എന്റെ വായിൽ കൂടെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു. 1 അധ്യായം 18 വാക്യം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ജീവന്റെ പ്രകാശവുമാകുന്നു എന്നുള്ള ആ വാക്യം എനിക്ക് രാവിലെ തൊട്ട് തന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ സിസ്റ്ററുടെ ക്ലാസ്സിനിരുന്നു എനിക്ക് ഒത്തിരി അനുഗ്രഹമായി. അറിയാത്ത ഒരു ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. എനിക്ക് സിസ്റ്ററോട് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇന്ന് രാവിലെ തൊട്ട് അറിയത്തില്ല, എന്റെ ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിസ്റ്ററുടെ ക്ലാസ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ടാ. പിന്നെ സിസ്റ്റർ കഴിഞ്ഞ ആഴ്ച ഉൽപ്പത്തി വായിക്കാൻ പറഞ്ഞു. എനിക്ക് സമയം കിട്ടിയപ്പോഴൊക്കെ ഞാൻ വായിച്ചു. അയ്യോ, അത് ഓർപ്പിച്ചത് നന്നായി കേട്ടോ. സോറി, ഞാനത് ചോദിക്കാൻ മറന്നുപോയി. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം വായിക്കാൻ പറഞ്ഞു. എനിക്ക് കുറച്ചു പേര് മെസ്സേജ് അയച്ചു, സിസ്റ്റർ വായിച്ചു തുടങ്ങി, തീർക്കാൻ പറ്റിയില്ല. പക്ഷെ സാരമില്ല, നമുക്ക് അടുത്ത ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആയാൽ മതി. നമുക്ക് 50 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമുക്കറിയാം എല്ലാവർക്കും ജോലികളുണ്ട്. തീർത്തവരുണ്ടോ? ആമേൻ. സ്തോത്രം. ആമേൻ. തീർത്തവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. റീത സിസ്റ്റർ ഫിനിഷ് ചെയ്തു. ലിസി സിസ്റ്റർ ആരൊക്കെയോ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ തീർക്കാത്തവർക്ക് വേണ്ടിയിട്ട് അടുത്ത ആഴ്ച കൊണ്ട് സമയം തരുകയാണ്. അടുത്ത ആഴ്ച കൊണ്ട് വായിച്ചു തീർക്കണം കേട്ടോ. തീർക്കാത്തവർ വിഷമിക്കണ്ട. ജോലിയുടെ താമസം ഉണ്ടല്ലോ, ജോലി ചെയ്യുന്നവരുണ്ട്, കുടുംബത്തിൽ വിഷയങ്ങളുണ്ട്, നോ പ്രോബ്ലം. നമുക്ക് വചനം വായിക്കാന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ്. അതുകൊണ്ട് നോ പ്രോബ്ലം. വായിച്ച് തീർന്നവരെ ഓർത്ത് ദൈവം ഞാൻ പ്രത്യേകമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വായിക്കുന്നവർക്കായി ദൈവം അനുഗ്രഹിക്കട്ടെ, കൃപ നൽകട്ടെ. അടുത്ത ആഴ്ച നമുക്ക് ചെറിയൊരു ചോദ്യം ചോദിക്കാം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you. God bless you. God bless you. Thank you, Jesus. 23 മെസ്സേജ് അപ്ലോഡ് ചെയ്യണം സിസ്റ്റർ. 23